നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ഞങ്ങളെ അനുവദിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നിന്നെക്കുറിച്ചും നിന്റെ തിരുസഭയെക്കുറിച്ചും തിരുവചന സത്യങ്ങളെ കുറിച്ചൊക്കെയും പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പഠിക്കുന്നതുമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് പ്രയോജനകരമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. അതേ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഈ ക്ലാസ്സിൽ ചെലവഴിക്കുന്ന സമയം ശ്രദ്ധയോടും സമർപ്പണത്തോടും പരിപൂർണമായ ഉത്സാഹത്തോടും കൂടി ഞങ്ങൾക്ക് ഇതിലായിരിക്കാൻ തക്കവണ്ണം ചെയ്യണം. പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിൽ ഞങ്ങൾ ഇന്ന് ആയിരിക്കുന്നുവല്ലോ. പെന്തക്കോസ്തിയുടെ അത് പ്രത്യേകമായ നൽവരങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ദിവസം ഞങ്ങൾക്ക് കൂടുതൽ ആത്മീക ശക്തിയും കൃപയും പകർന്നു തന്ന് ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും ക്രിസ്തുഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴെപ്പോഴും ഞാൻ കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ചേച്ചി തുടങ്ങാമോ? ക്ലാസ് തുടങ്ങാമോ? അച്ഛാ, ആദ്യമേ ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മള് ബുക്ക് നമ്പർ 2 തുടങ്ങി, പക്ഷെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പം 3 പഠിപ്പിക്കുന്നേ. യൂണിറ്റ് നമ്പർ 2 പാഠം 3. അല്ല, ബുക്ക് നമ്പർ 2 ആണോ 3 ആണോ? ഇപ്പൊ ബുക്ക് എന്ന് പറഞ്ഞ എന്ത് ബുക്ക്? യൂണിറ്റ് യൂണിറ്റ് നമ്പർ 2 അല്ലേ? യൂണിറ്റ് 2ന്റെ 3ാമത്തെ പാഠം. യൂണിറ്റ് 2 ഓക്കെ. യൂണിറ്റ് 2 3ാമത്തെ പാഠം. നിങ്ങളിത് വായിച്ചിട്ടുണ്ടോ? ഈ ആഴ്ച ഇത് വായിക്കാൻ സമയം കിട്ടിയോ? ഓക്കെ, വെൽക്കം എവരിവൺ. നിങ്ങൾ ഇതിനു വേണ്ടി കണ്ടെത്തുന്ന സമയത്തെ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇന്ന് നമ്മളെല്ലാം അല്പം ടയേർഡാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ഞാൻ ടയേർഡാണ്. രാവിലത്തെ വളരെ ദീർഘമായ ശുശ്രൂഷയും അതിനുശേഷമുള്ള ഇന്നാണെങ്കിൽ ഇപ്പൊ ഒരു ഗ്രാജുവേഷൻ പാർട്ടി ഇവിടെ നടക്കുകയാണ്. ഞാൻ അതിനകത്തൊന്ന് കയറിയിട്ട് ഇറങ്ങി പോരുന്നതാണ്. അപ്പൊ അങ്ങനെ വളരെ തിരക്കുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഞാൻ again I appreciate everyone for your time, your interest in studying church history. സഭാ ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് അറിയാം അല്പം ബോറൻ സബ്ജക്റ്റ് ആണ്. കാരണം അത് മറ്റുള്ള വിഷയങ്ങൾ പോലെ ഒരു കഥ പറയുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു സാഹിത്യ രചന പോലെയോ ഒന്നും തന്നെ നമുക്ക് കാണാനോ ചിന്തിക്കുവാനോ കഴിയുന്നതല്ല. ഇത് അല്പം കൂടി ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ അതിനുണ്ടാകുവാന് ഞാൻ ആഗ്രഹിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് 3 പാഠങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പാഠം 3, 4, 5 കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ചില പ്രത്യേക കാരണങ്ങളാൽ ഞാൻ നിമിത്തം നിങ്ങളുടെ ഒരു ക്ലാസ് നഷ്ടപ്പെട്ടു. അത് മനഃപൂർവ്വമല്ല, ഞാൻ യാത്രയിലായിരുന്നുകൊണ്ട് നടന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്നത്തെ പാഠത്തിന്റെ പേര് പേർഷ്യൻ സഭയും നെസ്തോറിയ വിശ്വാസവും എന്നുള്ളതാണ്. അതിൽ പ്രാരംഭം, ക്രിസ്തുശാസ്ത്രം ആസ്പദമാക്കിയ സംഘട്ടനം, തോൽവിയെ നേരിടുവാനുള്ള യത്നം, പേർഷ്യയിലെ അന്ത്യോക്യൻ പ്രേമികൾ. ഇങ്ങനെ അതിന്റെ സബ് ടൈറ്റിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രാരംഭം ഇങ്ങനെയാണ്: 5ാം നൂറ്റാണ്ടിൽ പേർഷ്യൻ സഭ അതിന്റെ സ്വാതന്ത്ര്യം ഉറപ്പാക്കി എന്നുള്ളതാണ് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ പേർഷ്യൻ സഭയുടെ സ്വാതന്ത്ര്യം 5ാം നൂറ്റാണ്ടിൽ തന്നെ അവർ ഉറപ്പാക്കി എന്നുള്ളതാണ്. 5ാം നൂറ്റാണ്ടിൽ നടന്ന 2 സുന്നദോസുകൾ അത് പേർഷ്യൻ സഭ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല സഭാഭ്രംശം നേരിടേണ്ടി വന്ന, അതായത് AD 431 എഫേസോസ് സുന്നദോസിൽ നെസ്തോറിയോസിനെ സഭാഭ്രംശം നേരിടേണ്ടി വന്നു. അല്ലെങ്കിൽ 431 സുന്നദോസ്
തള്ളിക്കളഞ്ഞ ഒരു സഭാപിതാവാണ് നെസ്തോറിയസ്. ആ നെസ്തോറിയസിനെ അവരുടെ സഭാപിതാവായി അവർ അംഗീകരിക്കുകയാണ്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന്, അതിന്റെ ന്യായം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പൊ ക്രിസ്തു ശാസ്ത്രം ആസ്പദമാക്കിയ സംഘട്ടനം എന്നുള്ള അടുത്ത സബ് ടൈറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കന്യകമറിയാമിനെ ദൈവപ്രസവിത്രി എന്ന് പറയാമോ എന്ന വിഷയമാണ് അവിടെ ഉടലെടുത്തത്. കുസ്തന്തീനോപ്പോലിസിലെ സഭാധ്യക്ഷനായിരുന്ന നെസ്തോറിയോസ് അതിൽ ഈ നിലപാട് അനുപേക്ഷണീയമല്ലെന്നും അലക്സാന്ദ്രിയൻ സഭാധ്യക്ഷൻ കൂറിലോസ് ആ നിലപാട് അത്യന്താപേക്ഷിതമാണെന്നുമുള്ള നിലപാട് സ്വീകരിച്ചു. അപ്പം ഈ കന്യകമറിയാം ദൈവപ്രസവിത്രിയാണെന്നുള്ളത് അംഗീകരിക്കണമെന്നാണ് കൂറിലോസ്, അതായത് അലക്സാന്ദ്രിയൻ പിതാവായിരിക്കുന്ന കൂറിലോസ് പറയുന്നത്. എന്നാൽ നെസ്തോറിയോസ്, അദ്ദേഹം കുസ്തന്തീനോപ്പോലിസിലെ സഭാപിതാവാണ്, അദ്ദേഹം പറയുന്നു അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, കന്യകമറിയാമിനെ ദൈവപ്രസവിത്രി എന്ന് പറയേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത് ഒരു ദൈവശാസ്ത്രപരമായ ഒരു സംഘട്ടനത്തിന് കാരണമാക്കി. ഈ ഏറ്റുമുട്ടൽ 431 എഫേസോസ് സുന്നകദോസിൽ വെച്ച് കൂറിലോസിന്റെ നിലപാട് അംഗീകരിക്കുകയും നെസ്തോറിയോസിനെ നിഷ്കാസിതനാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇദ്ദേഹം ഈ നെസ്തോറിയോസ് സഭാഭ്രംശം നേരിടുന്നത്. അദ്ദേഹം എങ്ങനെയാണ് പേർഷ്യൻ സഭയുടെ പിതാവാകുന്നത് എന്നാണ്. അപ്പൊ പേർഷ്യൻ സഭ ഈ സുന്നകദോസുകൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ സഭാഭ്രംശം നേരിട്ട നെസ്തോറിയോസ് അവരുടെ സഭാപിതാവായിട്ട് അവർ അംഗീകരിക്കുകയും ചെയ്യുകയാണ്. ഇതിനുശേഷം അന്ത്യോക്യൻ, അലക്സാന്ദ്രിയൻ എന്നീ 2 പാരമ്പര്യങ്ങൾ ഉടലെടുത്തു. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ, ഒരു ക്ലാഷ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി. അതിനുശേഷം ഈ 2 സഭകൾ 2 പാരമ്പര്യങ്ങളായിട്ട് മാറുകയാണ്. ഒന്ന് അന്ത്യോക്യൻ പാരമ്പര്യം, ഒന്ന് അലക്സാണ്ട്രിയൻ പാരമ്പര്യം. നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അന്ത്യോക്യൻ പാരമ്പര്യം സ്വീകരിച്ചവർ 431 എഫേസോസ് സുന്നകദോസിൻ തീരുമാനങ്ങളെ നിരാകരിച്ചു. അലക്സാണ്ട്രിയൻ പാരമ്പര്യം സ്വീകരിച്ചവർ അന്ത്യോക്യൻ നിലപാടിനെ എതിർത്തു. അപ്പം അവർ തമ്മിലുള്ള ഒരു തിയോളജിക്കൽ ക്ലാഷ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഈ സാഹചര്യത്തിലാണ് 451 451 കാൽസിഡോൺ സിനഡ് ഓഫ് കാൽസിഡോൺ അല്ലെങ്കിൽ കൽക്കദോൻ സുന്നകദോസ് കൂടുന്നത്. 451 അന്നത്തെ റോമൻ സഭാധ്യക്ഷനായിരുന്ന ലിയോയുടെ തുംസ, ടോം ഓഫ് ലിയോ എന്നാ പറയുന്നത്, അവളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ തുംസായുടെ വെളിച്ചത്തിൽ 431 എഫേസോസ് സുന്നകദോസിന്റെ നിശ്ചയം അനുസരിച്ചുള്ള അലക്സാന്ദ്രിയൻ വേദശാസ്ത്രത്തെ തഴയുകയും അന്ത്യോക്യ നിലപാടിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടുണ്ടായി. അതാണ് 451 കൽക്കദോൻ സുന്നകദോസ് അല്ലെങ്കിൽ സിനഡ് ഓഫ് കാൽസിഡോൺ. ഇത് നമ്മൾ അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ടാണ് സിനഡ് ഓഫ് കാൽസിഡോൺ എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കാത്ത ഒരു സിനഡാണ്. അതിനുശേഷം 451 കൽക്കദോൻ സുന്നകദോസിൽ അംഗീകരിക്കുന്നതും നിരാകരിക്കുന്നതുമായ 2 സഭാവിഭാഗങ്ങൾ റോമ സാമ്രാജ്യത്തിൽ തന്നെ ഉടലെടുത്തു. അവിടെ തന്നെ രണ്ട് ഡിവിഷൻ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് 451 കൽക്കദോൻ സുന്നകദോസിനെ അംഗീകരിക്കുന്നു, മറ്റൊന്ന് അംഗീകരിക്കാത്ത ഒരു കൂട്ടർ. ഇന്നും നമുക്ക് കാണാം ആ ഒരു ഡിവിഷന്റെ വ്യത്യാസം. കാരണം ഈ പൗരസ്ത്യ സഭകൾ അതിനെ നിരാകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാത്ത ഒരു നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ഈ ഓറിയന്റൽ ചർച്ചസ് എന്ന് പറയുന്ന നമ്മുടെ സഭ ഉൾപ്പെടെയുള്ള സഭകൾ 451 കൽക്കദോൻ സുന്നകദോസിനെ അംഗീകരിക്കാത്ത കൂട്ടരാണ്. അപ്പൊ അലക്സാന്ദ്രിയൻ സുറിയാനി സഭ 431 എഫേസോസ് സുന്നകദോസിനെ സ്വീകരിച്ചും 451 കൽക്കദോൻ സുന്നകദോസിനെ നിരാകരിച്ചും നിലനിർത്തിച്ചു. അപ്പം അവിടെ ആ വ്യത്യാസം നമുക്ക് കാണാം. അലക്സാന്ദ്രിയൻ പക്ഷം അന്ത്യോക്യയിലെ മാർ സേവേറിയോസിന്റെ നേതൃത്വത്തിൽ വളരെയേറെ പുരോഗമിച്ചു. അപ്പൊ അലക്സാന്ദ്രിയൻ പക്ഷം അന്ത്യോക്യയിലെ മാർ സേവേറിയോസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ വളരെയേറെ അന്ന് സഭ പുരോഗമിക്കുന്നതായിട്ട് കാണുന്നു. അടുത്തത് തോൽവിയെ നേരിടുവാനുള്ള അന്ത്യോക്യൻ യത്നം എന്നുള്ളതാണ്. തോൽവിയെ നേരിടുവാനുള്ള അന്ത്യോക്യൻ യത്നം അടുത്ത ടൈറ്റിലാണ്. ഞാൻ ഇതിന്റെ ഹൈലൈറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. മുഴുവൻ പറഞ്ഞു പോകാൻ നമുക്ക് സമയം കിട്ടത്തില്ല. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണും. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്.
അടുത്ത തോൽവിയെ നേരിടുവാനുള്ള അന്ത്യോക്യൻ യത്നം. അന്ത്യോക്യൻ വേദശാസ്ത്രം വികസിപ്പിച്ച 2 പേരായിരുന്നു തർസീസിലെ ദിയോദോറോസും മോപ്സ്വെസ്തിയായിലെ തേവോദോറോസ്, അല്ലെങ്കിൽ ഡയഡോർ ഓഫ് ടാർസസ് ആൻഡ് തിയോഡോർ ഓഫ് മോപ്സ്വെസ്തിയ. ഈ 2 പേരുടെ പേരുകൾ പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അത് അന്ത്യോക്യൻ വേദശാസ്ത്രം വികസിപ്പിച്ച 2 പേരാണ്. ഉറഹായിൽ ഉണ്ടായിരുന്ന വൈദിക വിദ്യാലയത്തിലൂടെ അവരുടെ ഉപദേശങ്ങൾ 435 വരെ വിജയകരമായി നിലനിർത്തുവാൻ അവർക്ക് സാധിച്ചു. അപ്പം ഇത് വൈദിക വിദ്യാലയം എന്ന് പറയുന്നത് സെമിനാരി. ആ സെമിനാരിയിൽ കൂടെയാണ് ഇവരിത് പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പൊ അവിടെ പഠിച്ചിറങ്ങുന്ന വൈദികരും അങ്ങനെയുള്ള ആളുകളൊക്കെ ആ ഒരു ചിന്താധാരയിൽ അത് ആ രീതിയിൽ പഠിച്ച് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവരുടെ അന്ത്യോക്യൻ വേദശാസ്ത്രം വളർന്നു വരുവാനായിട്ട് അല്ലെങ്കിൽ ഇടയായത്. ഇവരുടെ ഉപദേശങ്ങൾ 435 വരെ വിജയകരമായി നിലനിർത്തുവാൻ സാധിച്ചുവെങ്കിലും അതിനെ എതിർത്ത ഒരു വിഭാഗം ഉറഹായിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനാൽ ആ പരിശ്രമം പരിപൂർണ വിജയം അവർക്ക് കൈവരിക്കുവാനായിട്ട് സാധിച്ചില്ല. ഉറഹായിൽ തന്നെ അവരെ എതിർക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ പരിപൂർണമായ വിജയം അവകാശപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ പേർഷ്യൻ സഭയ്ക്ക് സ്വന്തമായി വൈദിക പരിശീലന കേന്ദ്രം ഇല്ലാതിരുന്നതിനാൽ 435 മുതൽ ഉറഹായിൽ പരിശീലനം നേടിയ വൈദികർ അന്ത്യോക്യൻ വേദശാസ്ത്രത്തിൽ പരിശീലനം നേടിയിരുന്നു. അപ്പൊ ഈ പേർഷ്യയിലെ വൈദികര് ഉറഹായിലാണ് പഠിച്ചത്. അതുകൊണ്ട് അന്ത്യോക്യൻ വേദശാസ്ത്രം പഠിക്കേണ്ടതായിട്ട് വന്നു. ഇപ്പൊ നമ്മുടെ കോട്ടയത്തെ സെമിനാരിൽ പഠിക്കുന്നവര് എന്താ പറയുന്നത്, സെറാംപൂരിന്റെ സിലബസും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നു എന്ന് പറയുന്നത് പോലെ പേർഷ്യൻ സഭയിലെ വൈദികര് ഉറഹായിലുള്ള അന്ത്യോക്യൻ സ്കൂളിൽ പഠിക്കുവാനിടയായി. അങ്ങനെ അന്ത്യോക്യൻ വേദശാസ്ത്രം അങ്ങനെ പരക്കുവാനിടയായി. അതോടൊപ്പം പേർഷ്യയിൽ അഭയം നേടിയ അന്ത്യോക്യൻ നേതാക്കളിൽപ്പെട്ട ബർസോമ 456 നിസിബീസിലെ മെത്രാനാവുകയും ചെയ്തു. അങ്ങനെ അവർക്ക് കുറേയേറെ മുന്നേറ്റം കിട്ടുവാനായിട്ടുള്ള ചില സാഹചര്യങ്ങൾ അവിടെ അനുകൂലമായി തീർന്നു എന്നുള്ളത് കാണിക്കുകയാണ്. മറ്റൊരാളായിരുന്നു നർസായി. അദ്ദേഹത്തിനെതിരായി വധശ്രമം ഉണ്ടായപ്പോൾ അദ്ദേഹം 471 നിസിബീനിൽ എത്തുകയും ബർസോമായോട് ചേർന്ന് അവിടെ വൈദിക വിദ്യാലയം സ്ഥാപിച്ച് അന്ത്യോക്യൻ വേദശാസ്ത്രം നിലനിർത്തി പോരുകയും ചെയ്തു. അപ്പൊ വീണ്ടും ആ അന്ത്യോക്യൻ സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ സ്കൂൾ ഓഫ് തിയോളജി വീണ്ടും ഈ നിസിബീനിൽ തുടങ്ങുകയാണ്, ഈ നർസായിയും ബെർസോമായും കൂടെ ചേർന്ന്. എന്നാൽ 489 സൈനൂൻ, അതൊരു ചക്രവർത്തിയാണ്, സീനോ എന്ന് പറയുന്ന ചക്രവർത്തി ഈ വിദ്യാലയം അടപ്പിച്ചു. അപ്പം അങ്ങനെ അവരുടെ പരിശ്രമവും അവിടെ വഴിമുട്ടുകയാണ്. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മുടെ PC ശമൽച്ചൻ പറയുന്നുണ്ട്, ഇവിടെ കാണിക്കുന്ന ബർസോമ നാം വിശുദ്ധ കുർബാനയിലെ 5-ാം തുബുദേനിൽ സ്മരിക്കുന്ന ബർസോമയുമായി ബന്ധപ്പെടുത്തരുത്. അദ്ദേഹം മറ്റൊരാളാണ്. ബർസോമ എന്നുള്ളത് അവിടുത്തെ ഒരു കോമൺ നെയിം ആണ്. നൊയമ്പിന്റെ പുത്രൻ എന്നുള്ള അർത്ഥമാണ് അതിന് ഉള്ളത്. ഇത് സാധാരണക്കാർക്കൊക്കെ ഉള്ള ഒരു പേരാണ്. ഒരു പേരിനപ്പുറമായിട്ട് മറ്റൊന്നുമില്ല. അപ്പോൾ ആ ബർസോമയല്ല നമ്മൾ 5-ാം തുബുദേനിൽ ഓർക്കുന്നതെന്ന് സന്ദർഭവശാൽ നമ്മൾ പഠിക്കുമ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ ഈ ബർസോമ നടപ്പിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അന്ത്യോക്യൻ വേദശാസ്ത്രം പേർഷ്യൻ സഭയിൽ ഔദ്യോഗികമാക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പം പേർഷ്യൻ സഭയിലാണ് അന്ത്യോക്യൻ തോട്ട് ഓഫ് അല്ലെങ്കിൽ അന്ത്യോക്യൻ സ്കൂൾ ഓഫ് തിയോളജി അതിന്റെ ആശയങ്ങൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചത്. കാരണം അദ്ദേഹം ഒരു അന്ത്യോക്യനായിരുന്നു. അന്ത്യോക്യനായിരുന്ന ഈ ബർസോമ പേർഷ്യയിൽ വന്ന് അവിടുത്തെ സഭാ നേതാവായി തീർന്നയാളാണ്. രണ്ടാമത്തത്, മേൽപ്പെട്ടക്കാർ ഉൾപ്പെടെ വൈദികരുടെ വിവാഹ അവകാശം സ്ഥിരീകരിക്കുക. അപ്പം വൈദികരും മേൽപ്പെട്ടക്കാരും വിവാഹം കഴിക്കുന്നതിന് തെറ്റില്ല എന്നുള്ള ഒരു ആശയം അദ്ദേഹം കൊണ്ടുവന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ റോമാ സാമ്രാജ്യത്തിലെ സഭയിൽ പ്രചരിച്ചു വന്ന ആശയമായിരുന്നു ബ്രഹ്മചര്യം. റോമാ സാമ്രാജ്യത്തിലെ സഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഈ കത്തോലിക്ക സഭയിൽ അവരുടെ ബ്രഹ്മചര്യം അല്ലെങ്കിൽ സന്യാസം എന്ന് പറയുന്നത് അവർക്ക് നിർബന്ധമാണ് എന്ന് പറയുന്ന പോലെ 4-ാം നൂറ്റാണ്ട് മുതൽ റോമാ സാമ്രാജ്യത്തിന്റെ സഭയിൽ പ്രചരിച്ചു വന്ന ആശയമായിരുന്നു ബ്രഹ്മചര്യം. വിവാഹ ജീവിതത്തെക്കാൾ മേന്മയുള്ളതാണെന്നുള്ള ആശയം.
ബ്രഹ്മചര്യമാണ് വിവാഹ ജീവിതത്തെക്കാൾ നല്ലതെന്നുള്ള ഒരു പഠിപ്പിക്കലൊന്നുണ്ടായിരുന്നു. എന്നാൽ അതിനെ ഒന്ന് മാറ്റിയെടുക്കാനാണ് ബർസോമ പരിശ്രമിച്ചത്. ഈ രണ്ടാമത്തെ ആശയത്തിലൂടെ പേർഷ്യൻ സഭ റോമ സാമ്രാജ്യത്തിലെ സഭയിൽ നിന്നും ഭിന്നമായ നിലപാട് നിലനിർത്തിയിരുന്നു എന്ന് കാണിക്കുവാനുള്ള പരിശ്രമം. അപ്പം ഈ റോമ സാമ്രാജ്യത്തിലെ സഭയിൽ ഉണ്ടായിരുന്ന നിലപാടുകൾ അല്ലെങ്കിൽ ആശയങ്ങൾ അല്ലെങ്കിൽ അവർ അവലംബിച്ചിരുന്നതായിട്ടുള്ള ചില പ്രത്യേകമായിട്ടുള്ള രീതികൾ പേർഷ്യൻ സഭയിൽ നിന്ന് വിഭിന്നമാണ് എന്ന് കാണിക്കുവാനായിട്ടാണ് അദ്ദേഹം പരിശ്രമിച്ചത്. ഓക്കെ, 457 457 ബർസോമ തന്ത്രപൂർവ്വം സെലൂഷ്യൻ കാതോലിക്ക ആയിരുന്ന ബാബോവായിയെ രാജാവിന്റെ കൽപ്പന അനുസരിച്ച് വധിക്കാൻ വിട്ടുകൊടുക്കുകയും നേതൃസ്ഥാനം കൈക്കലാക്കുകയും ചെയ്തു. ഈ ബർസോമ വളരെ തന്ത്രശാലിയായിരുന്നു. അദ്ദേഹം സെലൂഷ്യൻ കാതോലിക്ക ആയിരുന്ന ബാബോവായിയെ വധിക്കാനായിട്ട് വളരെ തന്ത്രപൂർവ്വം രാജാവിന്റെ കൽപ്പനയൊക്കെ നേടി അദ്ദേഹത്തെ വധിക്കുവാനായിട്ട് ശ്രമിച്ചു. ആ സ്ഥാനം കൈക്കലാക്കി. അതിനുശേഷം 3 സ്ഥലങ്ങളിൽ സുന്നകദോസുകൾ വിളിച്ച് തനിക്ക് അനുകൂലമായ നിശ്ചയങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹത്തെ ഈ ബർസോമയെ കൊല്ലുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഉണ്ടായ സംഭവം അത് നമ്മൾ ഓർക്കുക. അപ്പൊ അദ്ദേഹത്തെ വധിക്കുകയും അദ്ദേഹത്തിന്റെ സ്ഥാനം കൈക്കലാക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന് ഈ മറ്റുള്ളവരുടെ പിന്തുണ നേടിയെടുക്കുവാനായിട്ട് 3 സ്ഥലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് സുന്നകദോസ് കൂടി പല നിശ്ചയങ്ങളും അദ്ദേഹം ഉണ്ടാക്കി. പിന്നീട് ബാബോവായിക്ക് ശേഷം കാതോലിക്ക ആയിത്തീർന്ന അഖാഖിയോസ് ബർസോമായുമായി രമ്യതയിലായിരുന്നു. അദ്ദേഹം 486 ബത്ത് അദ്രായി എന്ന സ്ഥലത്ത് കൂടിയ സുന്നകദോസിൽ അടുത്ത നിശ്ചയങ്ങൾ പേർഷ്യൻ സഭയുടെ ഔദ്യോഗികമായി തീർന്നു. അപ്പം ഈ ബാബോവായിക്ക് ശേഷം മറ്റൊരു കാതോലിക്ക വരുന്നു. അദ്ദേഹത്തിന്റെ പേര് അഖാഖിയോസ് എന്നാണ്. 485 to 495 അദ്ദേഹം കാതോലിക്കയായിട്ട് ഭരണം നടത്തി. അദ്ദേഹം ബർസോമായുമായിട്ട് രമ്യതയിൽ വന്നു. അതിനുശേഷം 486 കൂടിയ സുന്നകദോസിലെ തീരുമാനങ്ങളാണ് പേർഷ്യൻ സഭയുടെ ഔദ്യോഗിക തീരുമാനങ്ങളായിട്ട് അല്ലെങ്കിൽ ഔദ്യോഗിക നിലപാടുകളായിട്ട് വരുന്നത്. ഇപ്പൊ 486 സുന്നകദോസിൽ തീരുമാനങ്ങൾ ഇതാണ്. ഒന്ന്, തൃത്വവിശ്വാസത്തെ കുറിച്ചുള്ളതാണ്. തൃത്വവിശ്വാസം, യേശുക്രിസ്തുവിന്റെ ആളത്വവും അത് ആസ്പദമാക്കിയുള്ള നിശ്ചയങ്ങൾ. ഇന്ന് നമ്മൾ പെന്തക്കോസ്തിയുടെ ശുശ്രൂഷയിൽ കേട്ട പ്രൊമിയോനും സദറായും ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ക്രിസ്തുവിന്റെ ആളത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ തൃത്വത്തിന്റെ ആളത്വത്തെക്കുറിച്ച് വിവിധ, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 ക്നൂമാകളെ കുറിച്ചും അതിന്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ പ്രൊമിയോൻ സദറാകളിൽ കേട്ടതാണ്. എന്ന് പറഞ്ഞതുപോലെ 486 സുന്നകദോസിൽ എടുത്ത തീരുമാനങ്ങളാണ് തൃത്വവിശ്വാസത്തെ കുറിച്ചുള്ള ഒരു തീരുമാനം. യേശുക്രിസ്തുവിന്റെ ആളത്വം ആസ്പദമാക്കിയുള്ള നിശ്ചയം. ദൈവം 3 ആളുകൾ ചേർന്നുള്ള തൃത്വമാണ്. യേശുക്രിസ്തു പരസ്പരം ചേർന്ന് ഏക പരസൂപ്പായിൽ യോജിച്ചു കഴിയുന്ന 2 സ്വഭാവങ്ങൾ അത്രേ എന്ന് അവർ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ തീരുമാനം ഇതാണ്: ശിക്ഷണത്തെയും സംബന്ധിച്ചുള്ള സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ശിക്ഷണം എന്ന് പറയുമ്പോൾ ഫെയ്ത്ത് ആൻഡ് ഓർഡർ നമ്മൾ പറയത്തില്ലേ, ഓർഡർ. അതായത് സഭയിലെ ഇപ്പൊ പറഞ്ഞതുപോലെ വൈദികരുടെ ബ്രഹ്മചര്യം, അല്ലെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാമോ കഴിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശിക്ഷണത്തിൽ വരുന്നത്. ഡിസിപ്ലിൻ. നെസ്തോറിയോസിനെ സഭാപിതാവായി അംഗീകരിക്കുന്നതിന് അന്ത്യോക്യൻ വേദശാസ്ത്ര പാരമ്പര്യത്തോടുണ്ടായ മമതയ്ക്കും പുറമെ പേർഷ്യൻ സഭയെ പ്രേരിപ്പിച്ച 2 കാരണങ്ങളുണ്ട്. അപ്പൊ ഈ നെസ്തോറിയോസ് എങ്ങനെയാണ് സഭാപിതാവായിട്ട് അംഗീകരിക്കപ്പെട്ടതെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണ്. അപ്പം അതിനുണ്ടായ 2 പ്രേരക കാരണങ്ങൾ. ഒന്ന്, പേർഷ്യൻ സഭയുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനുള്ള അവരുടെ ആഗ്രഹം. അന്ത്യോക്യൻ പ്രദേശങ്ങളിലെ ബിഷപ്പന്മാർ പേർഷ്യൻ സഭാകാര്യങ്ങൾ ഇടപെടുന്നത് ഈ സുന്നകദോസ് അവസാനിപ്പിച്ചു. അപ്പം അന്ത്യോക്യൻ ബിഷപ്പുമാര് പേർഷ്യൻ സഭയുടെ ഉൾഭരണ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുവാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഇടപെടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു. അതിനെ എതിർത്ത് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് സുന്നകദോസിലെ ഒരു തീരുമാനം. ഇന്നും നമ്മൾ കാണുന്നുണ്ട്, അല്ലെ?
പാത്രിയർക്കാസ് അന്ത്യോക്യൻ പാത്രിയർക്കാസ് മലങ്കര സഭയുമായിട്ടുള്ള ഒരു ക്ലാഷ് ഇപ്പം ഈ വളരെ റീസെന്റ്ലി ജ്ഞാനായ സഭയും പാത്രിയർക്കീസുമായിട്ടുള്ള ഒരു വളരെ രൂക്ഷമായ ഒരു പ്രശ്നം. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത് ഇപ്പോഴും ഉള്ളതല്ല, പണ്ട് മുതൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഈ അന്ത്യോക്യൻ പ്രദേശങ്ങളിലെ ബിഷപ്പുമാര് ആവശ്യമില്ലാതെ പേർഷ്യൻ സഭയിലെ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. അപ്പോൾ അവരെ അതിൽ നിന്ന് വിലക്കുവാനും അല്ലെങ്കിൽ നിരോധിക്കുവാനും എന്നേക്കുമായിട്ട് അവരുടെ ഈ കടന്നുകയറ്റം അവസാനിപ്പിക്കുവാനും ആയിട്ട് 486 സുന്നഹദോസിൽ തീരുമാനമായി. അങ്ങനെയാണ് പേർഷ്യൻ സഭ അവരുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഉൾഭരണ സ്വാതന്ത്ര്യം നിലനിർത്തുന്നത്. രണ്ടാമത്തെ തീരുമാനം, പേർഷ്യയിലെ സഭ റോമാ സാമ്രാജ്യത്തിലെ സഭയുടെ ഭാഗം എന്ന് പേർഷ്യൻ ഭരണാധിപന്മാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടത്, ഭാഗമല്ല എന്നുള്ളത് പേർഷ്യൻ ഭരണാധിപന്മാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടത് ആ സഭയുടെ സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതമായിരുന്നു. അതാ രണ്ടാമത്തെ തീരുമാനം. അപ്പം റോമാ സാമ്രാജ്യത്തിലെ സഭയുടെ ഭാഗമല്ല എന്ന് ധൈര്യപൂർവ്വം പറയുവാൻ അവർക്ക് സാധിച്ചു, പേർഷ്യൻ സഭയ്ക്ക്. അപ്പം നമുക്കറിയാം ഇന്ന് നമ്മുടെ സഭ നേരിടുന്ന പ്രശ്നങ്ങൾ അതിനോട് സമാനമായിട്ടുള്ളതാണ്. നമുക്ക് രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ സാമ്രാജ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഇന്ത്യ രാജ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ഭരണഘടനയും മറ്റു നിലപാടുകളൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ അസ്തിത്വം നമുക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സ്വതന്ത്രരാണ്, നമ്മൾ ഉൾഭരണ സ്വാതന്ത്ര്യമുള്ളവരാണ്, നമുക്ക് ഓട്ടോസെഫാലസ് അല്ലെങ്കിൽ ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു സഭയാണെന്നുള്ള ഒരു ആ സ്ഥിതിവിശേഷം സഭയെ മാത്രമല്ല നമ്മുടെ രാഷ്ട്രത്തെ കൂടി അറിയിക്കേണ്ടതായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം സുപ്രീം കോടതിയിലൊക്കെ നമ്മൾ വളരെ ശക്തമായിട്ട് വാദിക്കുന്നത് ഈ നമ്മുടെ സഭ സ്വതന്ത്രമാണ്, സർവസ്വതന്ത്രമാണ് എന്ന്. സഭയ്ക്ക് സഭയുടേതായിട്ടുള്ള ഭരണഘടനയുണ്ട്, സഭയ്ക്ക് സഭയുടേതായിട്ടുള്ള തലവനുണ്ട്, സഭയ്ക്ക് സഭയുടേതായിട്ടുള്ള സുന്നഹദോസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു പറയാൻ കാരണം ഇത് നമുക്ക് 5-ാം നൂറ്റാണ്ടിലും സഭയിൽ ഉണ്ടായിരുന്ന പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് പേർഷ്യയിലെ സഭ റോമാ സാമ്രാജ്യത്തിലെ സഭയുടെ ഭാഗമല്ല എന്ന് പേർഷ്യൻ ഭരണാധിപന്മാരുടെ മുമ്പിൽ അവർക്ക് കാണിച്ചു കൊടുക്കണമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അവരുടെ സ്വാതന്ത്ര്യം നിലനിർത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഈ സുന്നഹദോസുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. 431 സുന്നഹദോസ്, 451 സുന്നഹദോസ്, 486 സുന്നഹദോസ്, ഇതൊക്കെ അതിന്റെ ഡേറ്റുകളൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് പേർഷ്യയിലെ അന്ത്യോക്യൻ പ്രേമികൾ. അപ്പം നമുക്കറിയാം മലങ്കര സഭയിൽ ഇപ്പൊ അന്ത്യോക്യൻ പ്രേമികളുണ്ടല്ലോ. അല്ലെങ്കിൽ ആ രീതിയിൽ ഒന്ന് ചിന്തിച്ചാൽ മതി, നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 4 മുതൽ 7 വരെയുള്ള നൂറ്റാണ്ടുകളിൽ അന്ത്യോക്യൻ പ്രദേശങ്ങളിൽ നിന്നും വന്നവരും അവരുടെ പിൻതലമുറക്കാരുമായ ഒരു ന്യൂനപക്ഷം പേർഷ്യൻ സഭയുമായി ചേരാതെ നിന്നിരുന്നു. പേർഷ്യയിലാണ് സംഭവം. അന്ത്യോക്യയിൽ നിന്ന് വന്ന ആളുകളാണ്, അവരുടെ മക്കളും അവരുടെ പിൻതലമുറകളും ഒക്കെ ആയിട്ട് ഒരു ചെറിയ ന്യൂനപക്ഷം അവിടെ ഉണ്ട്. അവർക്ക് അവിടെയുള്ള പേർഷ്യൻ സഭയുമായിട്ട് ചേരാൻ മനസ്സില്ല, അല്ലെങ്കിൽ തയ്യാറല്ല. അപ്പൊ ഇന്ന് മലങ്കര സഭയിൽ തന്നെ നമ്മളോട് ചേരാൻ മനസ്സില്ലാതെ മാറി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത് ചിന്തിക്കുന്ന പോലെ തന്നെ അവിടെയും സംഭവിച്ചു. റോമാ സാമ്രാജ്യവുമായുള്ള ഏറ്റുമുട്ടലിന്റെ സമയത്ത് അവിടെ നിന്നും അടിമകളായി പിടിച്ചു കൊണ്ടുവരപ്പെട്ടവർക്ക് വേണ്ടി അന്ത്യോക്യ എന്ന പേരിൽ ഒരു പട്ടണവും പണിതു കൊടുത്തതായിട്ട് അവിടുത്തെ ഭരണാധിപന്മാര് അവർക്ക് വേണ്ടി ഒരു പട്ടണം പണിതിട്ട് അതിന് അന്ത്യോക്യ എന്ന പേരിട്ട് കൊടുത്തു. കാരണം അത്രമാത്രം അവരെ അവിടെ പ്രീണിപ്പിച്ച് അവരെ അവിടെ താമസിപ്പിച്ചു എന്നുള്ളത്. അപ്പൊ അതിനകത്ത് അടിമകളായിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ അവിടേക്ക് കുടിയേറി വന്നവരുണ്ട്, അവരുടെ പിൻതലമുറകളൊക്കെ അവിടെ ഉണ്ട്. അവർക്ക് അനുവദിച്ചു കൊടുത്ത പട്ടണത്തിന്റെ പേര് തന്നെ അന്ത്യോക്യ എന്ന് ഇടുവാനിടയായി. അപ്പോൾ ഈ ന്യൂനപക്ഷത്തെ സംഘടിപ്പിച്ചുകൊണ്ട് അന്ത്യോക്യൻ ബന്ധം നിലനിർത്താനുള്ള ശ്രമം 628 to 629 വിജയം കണ്ടു. അപ്പം അവിടെ ഒരു പ്രത്യേക സമൂഹം ഉടലെടുത്ത് വരികയാണ്. പേർഷ്യൻ സഭയ്ക്കുള്ളിൽ തന്നെ അതിനെ എതിർക്കുന്ന ഒരു സമൂഹം ഉണ്ടാവുകയാണ്. അന്ത്യോക്യൻ സുറിയാനി പാത്രിയർക്കീസ് മോദൂസോയെ കിഴക്കിന്റെ വലിയ മെത്രാപ്പൊലീത്ത എന്ന പേരിൽ വാഴിച്ചു. അങ്ങനെ അന്ത്യോക്യൻ സുറിയാനി പാത്രിയർക്കീസ് മോദൂസോ എന്ന് പറയുന്ന ഒരു ബിഷപ്പിനെ
കിഴക്കിന്റെ വലിയ മെത്രാപ്പോലിത്ത എന്ന് പേര് കൊടുത്തുകൊണ്ട് വാഴിക്കുകയാണ്. അങ്ങനെ തിഗ്രീസ് കേന്ദ്രമാക്കി പേർഷ്യയിൽ ഒരു മഹാ ഇടവക രൂപീകരിച്ച് അവിടുത്തെ അധ്യക്ഷന് മപ്രിയാനായി എന്ന് കിഴക്കിന്റെ കാതോലിക്കായി എന്നും സ്ഥാനപ്പേരുണ്ടായി. ഈ സ്ഥാനത്താണ് 13-ാം നൂറ്റാണ്ടിൽ ബാർ എബ്രായ അവരോധിക്കപ്പെട്ടത്. നോക്കണം, അപ്പം ഈ അന്ത്യോക്യൻ സഭ പേർഷ്യൻ സഭയിൽ പിടിമുറുക്കുവാനായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അവിടെ ഒരു മപ്രിയാനായെ വാഴിക്കുന്നു, അദ്ദേഹത്തിന് കാതോലിക്ക എന്ന് പേര് കൊടുക്കുന്നു, അദ്ദേഹത്തിന് കിഴക്കിന്റെ വലിയ മെത്രാപ്പോലിത്ത എന്ന് പേര് കൊടുക്കുന്നു. അങ്ങനെ അവിടെ ഒരു പിടി അവിടെ അല്ലെങ്കിൽ അത് ഉറപ്പാക്കാൻ വേണ്ടി അന്ത്യോക്യൻ സഭ പേർഷ്യൻ സഭയ്ക്കുള്ളിൽ തന്നെ ഒരു പിടി ഉറപ്പാക്കാൻ വേണ്ടി ചെയ്യുന്ന കുതന്ത്രങ്ങളാണ് നമ്മൾ ഈ കണ്ടതെല്ലാം. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ പേർഷ്യൻ സഭയ്ക്കുള്ളിൽ അന്ത്യോക്യൻ പ്രേമികൾ അല്ലെങ്കിൽ അന്ത്യോക്യൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹം ഉണ്ടായി എന്ന് കാണുവാനായിട്ട് സാധിക്കും. 5-ാം നൂറ്റാണ്ടിൽ പേർഷ്യൻ സഭ 2 സമൂഹങ്ങളായി പിരിഞ്ഞു. നെസ്തോറിയ നിലപാട് അവലംബിക്കുന്ന പ്രധാനമായും പേർഷ്യൻ ക്രിസ്ത്യാനികൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. 5-ാം നൂറ്റാണ്ടിൽ പേർഷ്യൻ സഭ 2 സമൂഹങ്ങളായി പിരിഞ്ഞു കഴിയുന്നു. നെസ്തോറിയ നിലപാട് അവലംബിക്കുന്ന പ്രധാനമായും പേർഷ്യൻ ക്രിസ്ത്യാനികൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അപ്പൊ പേർഷ്യൻ ക്രിസ്ത്യാനികള് അവര് നെസ്തോറിയ നിലപാട് സ്വീകരിച്ച ഒരു കൂട്ടരാണ്. 7-ാം നൂറ്റാണ്ട് മുതൽ പേർഷ്യൻ സഭ ഒരു മിഷണറി സഭ എന്നുള്ള നിലയിൽ ചൈന വരെയും മിഷണറിമാരെ അയച്ചിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അവിടെ സ്ഥാപിതമായ സഭ 10-ാം നൂറ്റാണ്ടിലുണ്ടായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലെ മാറ്റം മൂലം നാമാവശേഷമായി തീർന്നു എന്ന് കാണുന്നു. അപ്പം ഈ അവിടെ സാമർഖണ്ഡ്, ചൈന, ഇന്ത്യ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പേർഷ്യൻ സഭയിൽ നിന്ന് മിഷണറിമാരെ വിടുമായിരുന്നു. അവർ പോയി അവിടെ സുവിശേഷം പ്രസംഗിച്ചു, സഭ സ്ഥാപിച്ചു, അവിടെ വൈദികരെ വാഴിച്ചു. അങ്ങനെ അവിടെ ഈ ചൈനയിലും സമർഖണ്ഡിലും അതുപോലെ ഇന്ത്യയിലും ഒക്കെ അവർ സ്ഥാപിച്ച സഭ പിന്നീട് നാമാവശേഷമാകുവാൻ ഇടയായി. കാരണം 10-ാം നൂറ്റാണ്ടിലുണ്ടായ രാഷ്ട്രീയ അന്തരീക്ഷം ആണ് അതിന് കാരണമായി തീർന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാഠം ഇവിടെ തീരുകയാണ്. പേർഷ്യൻ സഭ അതിൻ്റെ ഉൾഭരണ സ്വാതന്ത്ര്യം എങ്ങനെ നിലനിർത്തിയെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ പേർഷ്യൻ സഭയ്ക്കുള്ളിൽ തന്നെ അന്ത്യോക്യൻ പ്രേമികൾ അല്ലെങ്കിൽ ആ പേർഷ്യൻ സഭയെ എതിർക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ അധ്യായത്തിൽ അല്ലെങ്കിൽ ഈ പാഠത്തിൽ നമ്മൾ കാണുവാനിടയായത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? അരമണിക്കൂർ എടുത്ത് ഈ ഒരു പാഠത്തിന് വേണ്ടി. നിക്കിയ സുനോദോസില് ഒരു അത്താനാസിയോസ് പങ്കെടുക്കുന്ന പറഞ്ഞ ഈ കിഴക്കിന്റെ കാതലിക്ക എന്നുള്ള അർത്ഥത്തിലാണോ? അത്താനാസിയോസ് ഒരു മെത്രാൻ പോലും അല്ലായിരുന്നല്ലോ അന്ന്. അദ്ദേഹം ഒരു ശമാശനായിരുന്നു. അതിനകത്ത് നമ്മുടെ കിഴക്കിന്റെ കാതോലിക്ക പങ്കെടുത്തെന്നൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇല്ല നിക്കിയ സുനോദോസിൽ കിഴക്കിന്റെ കാതോലിക്ക പങ്കെടുത്തെന്ന് പറയുന്നില്ല. പൗരസ്ത്യ സഭയുടെ പ്രതിനിധികൾ പങ്കെടുത്തായിരിക്കും. അത് പേർഷ്യൻ സഭയിൽ നിന്നാണ്, സെലൂഷ്യയുടെ. നിക്കിയ സുനോദോസിനെ കുറിച്ച് നമ്മളിപ്പോ ഈ പാഠത്തിൽ ഒന്നും പറഞ്ഞില്ല. ഞാനത് ഇതിനോട് ബന്ധപ്പെടുത്തിയല്ല, അല്ലാതെ ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ. അച്ഛാ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഈ പേർഷ്യൻ സഭ എന്ന് പറയുമ്പോൾ ഈ പേർഷ്യ ഏരിയയുടെ ഭൂപ്രകൃതിയുടെ ബൗണ്ടറി എന്താ വെച്ചാ? ബൗണ്ടറി എന്ന് പറയുമ്പം ഇന്ന് ഈ മെസപ്പൊത്തോമിയ അല്ലെങ്കിൽ ഇറാൻ, ഇറാഖ് ആ ഭാഗത്തുള്ള ഒരു പ്രദേശമാണ് പേർഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത്. മെസപ്പൊത്തോമിയ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് മെയിനായിട്ടും. അതിന്റെ ഒരു ഭാഗമാണ് തിഗ്രീസ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഈ പേർഷ്യ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം. നമ്മൾ പണ്ട് പേർഷ്യ പോകുന്ന അല്ലെങ്കിൽ പേർഷ്യ എന്ന് പറയുന്നത് ഈ ഒരു മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ മാത്രമേ അതിനെ കാണാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ പേർഷ്യൻ സഭ എന്ന് പറയുന്നത് സെലൂഷ്യ അല്ലെങ്കിൽ തിഗ്രീസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിലനിന്ന ഒരു സഭാ വിഭാഗമാണ് എന്ന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ.
ഓക്കെ, അടുത്ത പാഠത്തിലേക്ക് പോട്ടെ. യൂണിറ്റ് 2 പാഠം 4 ഇന്ത്യൻ സഭയുടെ പൗരസ്ത്യ സഭാ ബന്ധം എന്നുള്ളതാണ് അതിന്റെ ടൈറ്റിൽ. അതിന്റെ സബ് ടൈറ്റില് പ്രാരംഭം. 16-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ വന്നിരിക്കാവുന്ന പൗരസ്ത്യ ബിഷപ്പുമാര് പേർഷ്യൻ രേഖകൾ എന്ത് പറയുന്നു എന്നുള്ളത്. അവസാനമായി 1490 ബിഷപ്പിന് വേണ്ടി പോയ നിവേദക സംഘം. ഇത്രയുമാണ്. അപ്പൊ അതിന്റെ പ്രാരംഭം ഇതാണ്. കോസ്മാസ് ഇന്ത്യയിലെ കല്യാണയിൽ 520 കണ്ട ബിഷപ്പിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. 345 ജ്ഞാനായ കുടിയേറ്റത്തിൽ ജോസഫ് എന്നു പേരുള്ള ഒരു മെത്രാൻ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. 486 പേർഷ്യൻ സഭ നെസ്തോറിയൻ നിലപാട് സ്വീകരിക്കുന്നത്. അതിനുശേഷം ഇന്ത്യയിലേക്ക് മെത്രാന്മാരെ അയച്ചത് ആരായിരിക്കാം എന്നുള്ളതാണ് ഒരു ചോദ്യം. ഈ കോസ്മാസിനെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടതാ. കോസ്മാസ് ഒരു ട്രാവലർ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യയിലെ മെത്രാന്മാരെ കണ്ടതായിട്ട് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പരാമർശിക്കുന്നുണ്ട്. അത് 520 അതായത് 6-ാം നൂറ്റാണ്ടാണ്. അപ്പൊ 345 ജ്ഞാനായ കുടിയേറ്റം, നമുക്കറിയാമല്ലോ. ജ്ഞായിത്തോമായുടെ കൂടെ വന്ന ജ്ഞാനായ കാരെന്ന് പറയുന്ന ആ ഒരു സംഘം, അവരുടെ കൂടെ ഒരു മെത്രാൻ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജോസഫ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ 486 പേർഷ്യൻ സഭ നെസ്തോറിയൻ നിലപാട് സ്വീകരിച്ചു. അതിനുശേഷം ഇന്ത്യയിലേക്ക് മെത്രാന്മാരെ അയച്ചത് ആരാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഔദ്യോഗിക സഭയോട് ചേരാതെ മെസൊപ്പൊത്താമ്യയിൽ ഉണ്ടായിരുന്ന ന്യൂനപക്ഷം അന്ത്യോക്യൻ സുറിയാനി സഭയുമായി യോജിച്ചു പോകാൻ സന്നദ്ധരായി കഴിഞ്ഞിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടതാണ്. പേർഷ്യയില് മെസൊപ്പൊത്താമ്യയിൽ ഒരു ചെറിയ ന്യൂനപക്ഷം അന്ത്യോക്യൻ സുറിയാനി സഭയുമായിട്ട് യോജിച്ചു പോകുന്നത്. 628-629 തിഗ്രീസിലെ മഫ്രിയാന അവരോധിതനാകുന്നതുവരെയും 486 മുതലുള്ള 142 വർഷം അവർക്ക് ശരിയായ സംഘടന ഉണ്ടായിരുന്നില്ല. അത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. നമുക്കിവിടെ കാണുക ഈ മഫ്രിയാനായി നിയമിക്കുന്ന സമയം ഒക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ പാഠത്തിൽ. അപ്പൊ ഈ 142 കൊല്ലം അവിടെ മെത്രാന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് ശരിയായ ഒരു സംഘടന ഉണ്ടായിരുന്നില്ല എന്ന് പഠിക്കുക. ഈ കാലയളവിൽ ഇന്ത്യയിൽ പേർഷ്യൻ ബിഷപ്പുമാർ വന്നിട്ടുണ്ടെങ്കിൽ അവർ നെസ്തോറിയനാകാനാണ് സാധ്യത. എന്നാൽ 629 ശേഷം വന്ന മെത്രാന്മാർ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ഇതാണ് ഈ പാഠത്തിലെ പഠന വിഷയം. 629 ശേഷം വന്ന മെത്രാന്മാർ എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. 16-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ വന്നിരിക്കാവുന്ന പൗരസ്ത്യ ബിഷപ്പുമാർ ആരാണെന്ന് നോക്കാം. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായപ്പെടുന്നത് 2 ഭാഗത്തു നിന്നും ബിഷപ്പുമാർ വന്നിരിക്കാമെന്നാണ്. അപ്പോൾ ആന്റിയോക്യനും പേർഷ്യനും ആയിട്ടുള്ള ബിഷപ്പുമാർ വരാൻ സാധ്യതയുണ്ടെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ മലങ്കര സഭ ആദിമകാലം മുതൽ അന്ത്യോക്യയുടെ കീഴിലായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും കാണാം. EM ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ, അദ്ദേഹം 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ രചനകളിലെല്ലാം ചരിത്ര പുസ്തകങ്ങൾ അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹത്തിന് അന്ത്യോക്യയോടുള്ള ചായ്വ് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അന്ത്യോക്യയിൽ നിന്നാണ് ബിഷപ്പുമാർ വന്നതെന്നൊക്കെ പറയുവാനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട്. അത് വെറുതെ ഒരു വൃഥാ പരിശ്രമം എന്നാണ് VC ശ്യാമലച്ചൻ പറയുന്നത്. അതിനകത്ത് വലിയ കഴമ്പൊന്നുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അന്ത്യോക്യൻ സഭയോട് ബന്ധപ്പെട്ട ഒരു എഴുത്തുകാരനും അന്ത്യോക്യയിൽ നിന്ന് 1665 വരെ ആരെങ്കിലും ഇന്ത്യയിൽ വന്നെന്ന് അവകാശപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, തെക്കേ ഇന്ത്യയെ പറ്റിയോ മലങ്കര സഭയെ സംബന്ധിച്ചോ അവർക്ക് അറിവുണ്ടായിരുന്നതായി പോലും തെളിവില്ല. അപ്പൊ മറ്റ് അന്ത്യോക്യൻ ഹിസ്റ്റോറിയൻസ്, മലയാളികൾ മാത്രമല്ല, മറ്റ് ഹിസ്റ്റോറിയൻസ് ഉണ്ടല്ലോ, അന്ത്യോക്യൻ ചർച്ച് ഹിസ്റ്റോറിയൻസ്, അവരുടെ പുസ്തകങ്ങളിലൊന്നും അല്ലെങ്കിൽ അവരുടെ എഴുത്തുകളിലൊന്നും 1665 വരെ, അതായത് 17-ാം നൂറ്റാണ്ട് വരെ അന്ത്യോക്യയിൽ നിന്ന് മെത്രാന്മാർ വന്നതായിട്ടുള്ള യാതൊരു രേഖയുമില്ല. മാത്രമല്ല, കേരളത്തെക്കുറിച്ചോ ഇന്ത്യയെക്കുറിച്ചോ മലങ്കര സഭയെക്കുറിച്ചോ ഉള്ള യാതൊരു അറിവും അവർക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ നെസ്തോറിയൻ ഭാഗത്തു നിന്ന് ആരെങ്കിലും വന്നിരുന്നതായി പേർഷ്യൻ സഭയ്ക്ക് അറിവുണ്ടായിരുന്നോ എന്ന ചോദ്യം നിലനിൽക്കുന്നു. ഇപ്പൊ പേർഷ്യൻ സഭയ്ക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടോ? അന്ത്യോക്യൻ സഭയ്ക്ക് അറിവില്ല, പക്ഷെ പേർഷ്യൻ സഭയ്ക്ക് അറിവുണ്ടോ എന്ന് നോക്കാം. 628 ശേഷം പേർഷ്യൻ നെസ്തോറിയൻ ബിഷപ്പുമാർ വന്നിരുന്നതായി ചരിത്രകാരന്മാർ സമ്മതിക്കുന്നുണ്ട്. തിഗ്രീസിൽ നിന്നും വന്നിട്ടുണ്ടോ എന്നത് പ്രസക്തമായ ചോദ്യമാണ്.
ബാർബ്രായയുടെ തിഗ്രീസ് കാതോലിക്കമാരുടെ ചരിത്രത്തിലും അങ്ങനെ ആരെയും അയച്ചതായി പരാമർശിക്കുന്നില്ല. E.M. ഫിലിപ്പോസിന്റെ വാദം സെലൂഷ്യയിലെ യാക്കോബായ കാതോലിക്ക ഇടയ്ക്കിടെ മെത്രാന്മാരെ അയച്ചിരുന്നതായും മലങ്കര സഭ അവർക്ക് വിധേയമായിരുന്നു എന്നും പറയുന്നു. എന്നാൽ സെലൂഷ്യയിൽ യാക്കോബായ കാതോലിക്കായ്ക്ക് ഒരു കാലത്തും ആ സ്ഥാനം ഉണ്ടായിരുന്നില്ല. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പഠനമാണ് ഇവിടെ ഈ പുസ്തക രചയിതാവ് വിശുദ്ധമലച്ചൻ പറയുന്നത്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അത് പഠിച്ചിരിക്കുകയാണ്, പറയുകയാണ്. അപ്പോൾ സെലൂഷ്യയിൽ യാക്കോബായ കാതോലിക്കായ്ക്ക് ഒരു കാലത്തും ആസ്ഥാനം ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ അവിടുന്ന് ബിഷപ്പുമാരെ അയക്കുന്നു എന്നാണ് ചോദ്യം. ഒരുപക്ഷെ പേർഷ്യയിൽ നിന്ന് അയക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ബാർബ്രായ പറയുന്നത് അതിനും സാധ്യതയില്ലെന്നാണ്. പിന്നെ ആരാണ് എന്താണ് എന്നുള്ളത് അടുത്ത ഒരു സബ് ടൈറ്റിലാണ് പേർഷ്യൻ രേഖകളിൽ എന്ത് പറയുന്നു എന്നുള്ളത്. നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലെ? 5-ാം നൂറ്റാണ്ടിൽ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനമായി ഉയർത്തപ്പെട്ട ഫാർസിലെ മെത്രാപ്പോലീത്ത ഇന്ത്യൻ സഭയുടെ ചുമതല വഹിച്ചിരുന്നതായി രേഖകളുണ്ട്. അത് ഒരു വളരെ പ്രധാനപ്പെട്ട രേഖയാണ്. പേർഷ്യൻ സഭയുടെ രേഖകളിൽ പറയുന്നത് 5-ാം നൂറ്റാണ്ടിൽ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനമാക്കി ഉയർത്തപ്പെട്ട ഫാർസ് എന്ന് പറയുന്ന സ്ഥലം, അവിടുത്തെ മെത്രാപ്പോലീത്ത ഇന്ത്യയുടെ കൂടി ചുമതല വഹിച്ചിരുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7-ാം നൂറ്റാണ്ടിൽ ഈശോയാബ് പാത്രിയർക്കീസ് 628 to 643 ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. ഇന്ത്യക്ക് തന്നെ ഒരു മെത്രാനെയും സഹായികളായി 12ഓളം മെത്രാന്മാരെയും നിയമിച്ചിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് 7-ാം നൂറ്റാണ്ടിൽ. 5-ാം നൂറ്റാണ്ടിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്, 7-ാം നൂറ്റാണ്ടിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇന്ത്യയിലെ മെത്രാപ്പോലീത്തായുടെ സ്ഥാനം ചൈനയിലെ മെത്രാപ്പോലീത്തായുടെ സ്ഥാനത്തിന് മുകളിൽ ആയിരുന്നു എന്ന്, മുകളിലെന്നല്ല മുമ്പ്. അപ്പം ഈ സീനിയോറിറ്റി അല്ലെങ്കിൽ അതിന്റെ ആ സീക്വൻസ് നോക്കുമ്പോൾ ചൈനയിലെ മെത്രാപ്പോലീത്തായ്ക്ക് മുൻപ് ആണ് അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ മെത്രാപ്പോലീത്തായുടെ സ്ഥാനം. ഇതൊക്കെ രേഖകളാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ 5-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും ഒക്കെ ഇന്ത്യൻ സഭയ്ക്ക് പേർഷ്യൻ സഭയുമായിട്ട് ബന്ധമുണ്ടായിരുന്നതായിട്ടുള്ള തെളിവുകളാണ്. അടുത്തത് ഈശോയാബ് തേർഡ്, ഈശോയാബ് മൂന്നാമൻ 650 to 660 അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ്. ഇന്ത്യൻ സഭയ്ക്ക് സേവനം നൽകാതിരുന്ന റിവാർഡഷീറിലെ സൈമണെ ശാസിച്ചെഴുതിയ കത്ത് വിലപ്പെട്ട രേഖയായി കരുതുന്നു. അപ്പം ഈ റിവാർഡഷീറിലെ മെത്രാപ്പോലീത്ത ഇന്ത്യൻ സഭയ്ക്ക് നൽകേണ്ട സേവനങ്ങളൊന്നും നൽകുന്നില്ല എന്നുള്ള പരാതി കേട്ടു അദ്ദേഹത്തെ ശാസിക്കുന്നതായിട്ടുള്ള ഒരു കത്ത് വളരെ വിലപ്പെട്ട രേഖയായി കാണുന്നു. അപ്പം ഇന്ത്യൻ സഭയ്ക്ക് പേർഷ്യൻ സഭയുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുകയാണ്. ഈ കത്തിൽ പേർഷ്യൻ സാമ്രാജ്യ അതിർത്തിക്കപ്പുറം കാല എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് സിലോൺ അല്ലെങ്കിൽ കൊല്ലം തന്നെയോ ആകാമെന്നും 1200 ഫരസാംഗ് ദൂരം എന്നത് 4000 മൈൽ ആകയാൽ അത് ഇന്ത്യയെ തന്നെയാണെന്ന് വ്യക്തമാകുന്നു. അപ്പൊ ഈ കത്തിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ അതായത് ഈശോയാബ് മൂന്നാമന്റെ കത്താണ്. അത് റിവാർഡഷീറിലെ ബിഷപ്പായിരുന്ന സൈമണെ ശാസിക്കുന്ന കത്താണ്. അതിനകത്ത് പറയുന്ന രേഖകൾ, വിശദാംശങ്ങൾ ഇതാണ്. പേർഷ്യൻ സാമ്രാജ്യ അതിർത്തിക്കപ്പുറം കാല എന്നുള്ള ഒരു സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് സിലോണാണോ കൊല്ലമാണോ എന്ന് സംശയിക്കാം. അതുപോലെ തന്നെ 1200 ഫരസാംഗ് ദൂരം എന്ന് പറയുന്നത് 4000 മൈലാണ്. അത് ഇന്ത്യയെ തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു. അടുത്തത് 7ഉം 8ഉം നൂറ്റാണ്ടുകളിൽ പേർഷ്യൻ സഭ അത്യധികം വളർന്നിരുന്ന കാലത്ത് ഇന്ത്യയിൽ മെത്രാന്മാരും അവരുടെ നേതാവായി ഒരു മെത്രാപ്പോലീത്തായും ഉണ്ടായിരുന്നതായും ആ മെത്രാപ്പോലീത്ത ഇന്ത്യ മുഴുവന്റെയും മെത്രാപ്പോലീത്തായും വാതിലും എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു എന്നും പറയുന്നു. ദ മെട്രോപൊളിറ്റൻ ആൻഡ് ഗേറ്റ് ഓഫ് ഇന്ത്യ. അത് 5-ാം നൂറ്റാണ്ട്, 7-ാം നൂറ്റാണ്ട്, 8-ാം നൂറ്റാണ്ട് ഒക്കെ സഭയ്ക്ക് ബന്ധമുണ്ടായിരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു മെത്രാപ്പോലീത്തായും മറ്റ് കുറേയേറെ മെത്രാപ്പോലീത്ത അദ്ദേഹത്തെ സഹായിക്കാനായിട്ട്, അപ്പോൾ ആ മെത്രാപ്പോലീത്തായ്ക്ക് ഒരു പ്രത്യേക ടൈറ്റിൽ ഇന്ത്യ മുഴുവന്റെയും മെത്രാപ്പോലീത്തായും വാതിലും എന്ന്, ഇതൊക്കെ രേഖകളാണ്. അടുത്തത് പേർഷ്യയിലെ കാതോലിക്കായ്ക്ക് സഭയുടെ മേൽ വളരെ വലിയ അധികാരം ഉണ്ടായിരുന്നു എന്ന് കാണാം.
അത് റോമാ സാമ്രാജ്യത്തിലെ പാത്രിയർക്കീസന്മാർക്ക് അവരവരുടെ സഭകളുടെ മേൽ ഉണ്ടായിരുന്നതിലും അധികമായിരുന്നു. പേർഷ്യയിലെ കാതോലിക്കായുടെ സ്ഥാനം അല്ലെങ്കിൽ അധികാരം റോമാ സാമ്രാജ്യത്തിലെ പാത്രിയർക്കീസന്മാരെക്കാളും കൂടുതലായിട്ടുള്ള അധികാര സീമയായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. 424 മുതൽ പേർഷ്യയിലെ കാതോലിക്കായെ പാത്രിയർക്കീസ് എന്നും വിളിച്ചിരുന്നു. അതോടൊപ്പം എല്ലാ മെത്രാന്മാരും ആണ്ടിൽ ഒരിക്കലെങ്കിലും പാത്രിയർക്കീസുമായി ബന്ധപ്പെട്ടിരിക്കണമെന്ന് നിശ്ചയമുണ്ടായി. 9-ാം നൂറ്റാണ്ടിൽ തെവോദോസിയോസ് പാത്രിയർക്കീസ് ഈ സഭയുടെ ദൂരം കാരണം സാമർഖണ്ഡ്, ചൈന, ഇന്ത്യ എന്നിവിടങ്ങളിലെ സഭാ നേതാക്കന്മാർ 6 വർഷത്തിലൊരിക്കൽ വന്ന് കണ്ടാൽ മതിയെന്നും അല്ലെങ്കിൽ ബന്ധപ്പെട്ടാൽ മതിയെന്നും നിയമമാക്കി അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അത് മിങ്ങാന എന്ന് പറയുന്ന ചരിത്രകാരന്റെ രേഖയാണ്. അപ്പം സഭയുമായിട്ടുള്ള ബന്ധം, ആ കണക്ഷൻ ഇങ്ങനെ കിടക്കുന്നതായിട്ട് നമ്മൾ അത് കൂടുതൽ വ്യക്തമാക്കുകയാണ്, അതിന്റെ തെളിവുകൾ സമർപ്പിച്ചുകൊണ്ട് പഠിക്കുകയാണ്. അടുത്തത് 780 മുതൽ 823 വരെ കാലഘട്ടത്തിൽ പാത്രിയർക്കീസ് ആയിരുന്ന തീമോത്തിയോസ് പ്രഥമൻ അന്നത്തെ ഇന്ത്യൻ സഭയുടെ ചുമതല വഹിച്ചിരുന്ന ഫാർസിലെ റിവാർഡഷീർ ബിഷപ്പായിരുന്ന സൈമൺ പാത്രിയർക്കീസിനെ എതിർത്ത് ഞങ്ങൾ മാർത്തോമാ ശ്ലീഹായുടെ വേലയുടെ ഫലമാണ് മാറിയുടെ സിംഹാസനവുമായി ഞങ്ങൾക്ക് വീഴ്ചയില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം പാത്രിയർക്കീസ് എന്നുള്ള പേര് 9-ാം നൂറ്റാണ്ടിൽ പേർഷ്യൻ സഭയുടെ കാതോലിക്കായ്ക്ക് ഉണ്ടാകുന്നു. ഈ 780, 823 കാലഘട്ടത്തിലാണ് പാത്രിയർക്കീസ് ആയിരുന്ന തീമോത്തിയോസ് പ്രഥമൻ ഇന്ത്യൻ സഭയുടെ ചുമതല വഹിച്ചിരുന്ന ഫാർസിലെ റിവാർഡഷീർ ബിഷപ്പായിരുന്ന സൈമണെ, അത് വേറൊരു നമ്മൾ നേരത്തെ കണ്ടൊരു ഒരു സൈമണെ കണ്ടല്ലോ, അത് തന്നെയാകാനാണ് സാധ്യത. പാത്രിയർക്കീസുമായിട്ട് എതിർപ്പ്, തീമോത്തിയോസ് പാത്രിയർക്കീസ് വന്നപ്പോഴത്തേക്കും സൈമൺ അദ്ദേഹത്തെയും എതിർത്തു. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ മാർത്തോമാ ശ്ലീഹായുടെ വേലയുടെ ഫലമാണ് മാറിയുടെ സിംഹാസനവുമായി ഞങ്ങൾക്ക് വീഴ്ചയില്ല എന്ന് പറഞ്ഞിരുന്നു. മാറിയുടെ സിംഹാസനം മാർത്തോമാ ശ്ലീഹായ്ക്ക് ശേഷം ഉണ്ടായ അതിന്റെ പിൻഗാമികളായിട്ട് വന്ന ആളാണ് മാറി. ഈ മാറിയുടെ സിംഹാസനം സെലൂഷ്യയാണ്. എന്നാൽ തീമോത്തിയോസ് പാത്രിയർക്കീസ് അദ്ദേഹവുമായി രമ്യപ്പെട്ട് അവർക്ക് ഉൾഭരണ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തു. അവിടുത്തെ മെത്രാന്മാർ അനുവർത്തിച്ചു വന്നിരുന്ന വിവാഹ ജീവിതം വർജിക്കുവാനും കമ്പിളി വസ്ത്രം ധരിക്കുവാനും നിർദ്ദേശിച്ചു. 1-2 നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് ഒരു ഉൾഭരണ സ്വാതന്ത്ര്യം അവരുടെ സഭയെ സ്വതന്ത്രമാക്കി വിട്ടുകൊടുക്കുകയാണ് അന്നത്തെ തീമോത്തിയോസ് പാത്രിയർക്കീസ് ചെയ്യുന്നത്. അപ്പൊ ഈ രമ്യതയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അതിനുശേഷം ഇന്ത്യയുടെ ചുമതല റിവാർഡഷീറിൽ നിന്നും വിടുർത്തി സ്വയം നിർവഹിക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ കാലത്തും നെസ്തോറിയൻ മിഷണറിമാർ ചൈനയിലും ഇന്ത്യയിലും പ്രവർത്തിച്ചിരുന്നതിനും തെളിവുണ്ട്. അപ്പൊ ഈ തീമോത്തിയോസ് പാത്രിയർക്കീസിന്റെ കാലത്തും അതിനുശേഷം ഈ ഉൾഭരണ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞിട്ട് റിവാർഡഷീറിൽ നിന്നും അവിടുത്തെ മെത്രാപ്പോലീത്തായുടെ ചുമതല കൂടി പാത്രിയർക്കീസ് ഏറ്റെടുത്തുകൊണ്ട് സ്വയം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. ആ സമയത്തും ഈ നെസ്റ്റോറിയൻ മിഷണറിമാര് ചൈനയിലും ഇന്ത്യയിലും ഒക്കെ പോയിരുന്നതായിട്ടുള്ള തെളിവുകളും കാണാം. അപ്പം സഭയുമായിട്ടുള്ള പേർഷ്യൻ സഭയുമായിട്ടുള്ള ഇന്ത്യൻ സഭയുടെ ബന്ധത്തെ നമ്മൾ വളരെ വിപുലമായിട്ട് അല്ലെങ്കിൽ വിശദമായിട്ട് വളരെയേറെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയാണ്. അടുത്തത്, ഈ സമയത്തിനോടടുത്താണ് പേർഷ്യൻ മെത്രാന്മാരായിരുന്ന പ്രോത് സാപ്പോർ എന്ന 2 പേർ കേരളത്തിൽ കുടിയേറി പാർത്തത്. പ്രോത്ത് സാപ്പോർ ഇവർ നെസ്തോറിയന്മാരായിരുന്നു എന്നും അല്ലെന്നും വാദങ്ങളുണ്ട്. അതെന്തെങ്കിലായിട്ട് 7 മുതൽ 10 വരെയുള്ള നൂറ്റാണ്ടുകളിൽ സഭയുടെ, പ്രത്യേകിച്ച് സൊല്യൂഷൻ സഭയുടെ അഭിവൃദ്ധിയുടെ കാലമായിരുന്നു. അന്ത്യോക്യൻ സഭാധ്യക്ഷൻ ദിവന്നാസ്യോസ് 100 ബിഷപ്പുമാരെയും നെസ്തോറിയൻ പാത്രിയർക്കീസ് ആയിരുന്ന യാബാലോഹോ 125 ബിഷപ്പുമാരെയും വാഴിച്ചിരുന്നതായിട്ട് കാണിക്കുന്നു. തിഗ്രീസിലെ സഭയേക്കാൾ 10 ഇരട്ടി വലിപ്പം സെലൂഷ്യ സഭയ്ക്കുണ്ടായിരുന്നു. അന്ത്യോക്യൻ സഭയും വലിപ്പത്തിൽ സെലൂഷ്യയുടെ പിന്നിലായിരുന്നു. അപ്പോൾ അന്ത്യോക്യൻ സഭയേക്കാളൊക്കെ വലിയ ഒരു സഭയായിരുന്നു സെലൂഷ്യയിലെ സഭയെന്ന് കാണുന്നുണ്ട്. അന്ന് അവിടെ നിന്ന് 125 മെത്രാന്മാരെ വാഴിച്ച യാവാലഹയെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നിന്നായിരിക്കാം 1-2 പേര് ഈ പ്രോത് സാപ്പോർ എന്ന് പറയുന്ന 2 ബിഷപ്പുമാര് കേരളത്തിൽ വന്നത്. അവർ വന്ന് കൊല്ലത്ത് താമസം ഉറപ്പിച്ചു.
കൊല്ലം കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ചു. 849 സ്ഥാനു രവിവർമ്മനിൽ നിന്ന് തരിസാപ്പള്ളി ചെപ്പേട് നേടിയത് ഇവരാണ്. തരിസാപ്പള്ളി ചെപ്പേട്. തരിസാപ്പള്ളി എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടു. ആദ്യത്തെ ഒരു പാഠത്തിൽ നമ്മൾ കണ്ടതാണ്. ചെപ്പേടുകൾ പഠിച്ചപ്പോൾ കണ്ടതാണ്. തരിസാപ്പള്ളി ചെപ്പേട് എന്താണ്? തരിസാപ്പള്ളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓർത്തഡോക്സ് സഭയെന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ അർത്ഥം. ഓർത്തഡോക്സ് പള്ളി, ദേവാലയം. അവർക്ക് കൊടുത്ത ശാസനങ്ങൾ, തകിടുകൾ, അത് അന്നത്തെ ഭരണാധിപനായിരുന്ന സ്ഥാനു രവിവർമ്മൻ കൊടുത്തതാണ്. 72 ശാസനങ്ങൾ അവർക്ക് കിട്ടിയത്. അപ്പൊ അത് കിട്ടിയത് ആർക്കാണ്? ഈ പ്രോത് സാപ്പോർ എന്ന് പറയുന്ന 2 മെത്രാന്മാർക്കാണ്. ഇവരെ പരിശുദ്ധന്മാരായി കരുതുകയും അവരുടെ പേരിൽ പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. പോർച്ചുഗീസ് ആഗമനത്തോടെ 1599 ആ വർഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ അല്ലെ? ഉദയംപേരൂർ സുന്നഹദോസ് ആണ്. അലക്സിസ് ദി മെനസിസിന്റെ അധ്യക്ഷതയിൽ ഉദയംപേരൂരിൽ കൂടിയ സുന്നഹദോസിൽ എടുത്ത തീരുമാനങ്ങൾ പ്രകാരം ഈ സാപ്പോർ പ്രോത് എന്ന് പറയുന്ന 2 ബിഷപ്പുമാരുടെ പേരിലുള്ള പള്ളികളുടെ പേര് മാറ്റാൻ തീരുമാനിച്ചു. കാരണം അവര് നെസ്റ്റോറിയന്മാരാണ്. അവരെ പരിശുദ്ധന്മാരായിട്ട് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആ പള്ളികൾക്ക് വേറൊരു പേര് കൊടുത്ത് റീനെയിം ചെയ്തു. ആ പേരാണ് ഖാദീഷ പള്ളികൾ. ഇന്ന് കേരളത്തിൽ അവിടെ ഇവിടെ ആയിട്ട് ഖാദീഷ പള്ളികളുണ്ട്. ആ ഖാദീഷ പള്ളികൾ പണ്ട് അറിയപ്പെട്ടിരുന്നത് പ്രോത് സാപ്പോർ എന്നുള്ള പരിശുദ്ധന്മാരുടെ പേരിലായിരുന്നു. ഈ സാപ്പോർ തന്നെയാണ് സബ്രീസോ എന്ന് കരുതപ്പെടുന്നുണ്ട്. അങ്ങനെ 1599 നടന്ന ഉദയംപേരൂർ സുന്നഹദോസിന്റെ നിശ്ചയപ്രകാരം ഈ പള്ളികളുടെ പേര് മാറ്റുന്നു. അതിന് ഖാദീഷ പള്ളികൾ എന്ന് പേര് കൊടുക്കുന്നു. അടുത്ത ഒരു പോയിന്റ്, 9-ാം നൂറ്റാണ്ടിന് ശേഷം പലപ്പോഴായി പൗരസ്ത്യ മെത്രാന്മാർ കേരളത്തിൽ വന്നിരുന്നു എങ്കിൽ അത് ആരെല്ലാമായിരുന്നു എന്നതിന് നിശ്ചയമില്ല. 9-ാം നൂറ്റാണ്ടിന് ശേഷമുള്ളത് 750 മുതൽ. അപ്പം ഈ സാപ്പോർ പ്രോത് എന്ന് പറയുന്നത് 8-ാം നൂറ്റാണ്ടിലാണ് അല്ലെ? അല്ല, 9-ാം നൂറ്റാണ്ടിലാണ്. 9-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാര്യമാണ്. 9-ാം നൂറ്റാണ്ടിന് ശേഷം 9th സെഞ്ചുറിക്ക് ശേഷം പലപ്പോഴായി വന്നിരുന്ന മെത്രാന്മാർ ആരായിരുന്നുവെന്ന് നിശ്ചയമില്ല. 750 മുതൽ സിറിയയിലെ ദമാസ്കസിൽ നിന്നും രാഷ്ട്രീയ ഭരണകേന്ദ്രം ബാഗ്ദാദിലേക്ക് മാറ്റിയതിനാൽ സഭയുടെ ഭരണകേന്ദ്രവും അവിടേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെയാണ് ഈ ദമാസ്കസിൽ നിന്ന് ബാഗ്ദാദിലേക്ക് സഭാകേന്ദ്രം മാറുന്നത്. 1129 നെസ്തോറിയൻ കാതോലിക്ക യോഹന്നാൻ മെത്രാനെ മലബാറിലേക്ക് അയച്ചിരുന്നു എന്ന് രേഖകളുണ്ട്. അപ്പൊ അത് 12-ാം നൂറ്റാണ്ടാണ്. 1295 കേരളം സന്ദർശിച്ച മാർക്കോ പോളോ അവിടെ നെസ്തോറിയൻ ക്രിസ്ത്യാനികളെ കണ്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 1301 രചിക്കപ്പെട്ട വേദവായനക്കുറിപ്പ് വത്തിക്കാൻ സുറിയാനി രേഖകളിൽ ഉള്ളതിന്റെ വെളിച്ചത്തിൽ അത് ശിങ്കള അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിൽ എഴുതിയതാണെന്നും നെസ്തോറിയൻ പാത്രിക്കീസ് ആയിരുന്ന യാബാലോഹോ അഞ്ചാമന്റെയും തോമസ് അപ്പോസ്തലന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഇന്ത്യൻ സഭയെ നയിക്കുന്ന മാർ യാക്കോബിന്റെയും കാലത്ത് രചിക്കപ്പെട്ടതാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഇന്ത്യൻ സഭ ഈ കാലത്ത് പേർഷ്യൻ നെസ്തോറിയൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നതിന് മതിയായ തെളിവാണ്. 1301 ആ സമയത്ത് രചിച്ച ഒരു വേദവായനക്കുറിപ്പ്, അതിന്റെ വേദവായനക്കുറിപ്പിന്റെ ഒരു പുസ്തകം എഴുതുമ്പോൾ അതിന്റെ പ്രസാധകർ അല്ലെങ്കിൽ അതിന്റെ രചയിതാവ് അങ്ങനെയുള്ളതൊക്കെ എഴുതുന്ന കൂട്ടത്തിൽ എഴുതുന്നതാണല്ലോ. അങ്ങനെ എഴുതിയതിൽ ഇതാണ്: യാബാലോഹോ അഞ്ചാമന്റെയും തോമസ് അപ്പോസ്തലന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഇന്ത്യൻ സഭയെ നയിക്കുന്ന മാർ യാക്കോബിന്റെയും കാലത്ത് രചിക്കപ്പെട്ടതായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് വത്തിക്കാൻ ലൈബ്രറിയിലുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട രേഖയായിട്ട് കരുതുന്നു. അപ്പം പേർഷ്യൻ സഭയുമായിട്ടുള്ള 14-ാം നൂറ്റാണ്ടിലെ ഒരു ബന്ധമാണ് നമ്മൾ കാണുന്നത്. 1419 ബിഷപ്പിന് വേണ്ടി പോയ നിവേദക സംഘം 200 കൊല്ലത്തോളം മലങ്കര സഭയുടെ ചരിത്രം പരാമർശിക്കുന്ന രേഖകൾ ലഭ്യമല്ല. അതിനുശേഷം 15-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് രേഖകൾ ലഭ്യമാണ്. 15-ാം നൂറ്റാണ്ടിൽ സഭയുടെ ആസ്ഥാനം മൂസലിലായിരുന്നു.
1490 അവിടേക്ക് മലങ്കര സഭയുടെ 3 പ്രതിനിധികൾ മെത്രാന്മാരെ ലഭിക്കുന്നതിനുള്ള നിവേദനവുമായി അന്നത്തെ നെസ്റ്റോറിയൻ പാത്രികീസ് ആയിരുന്ന സൈമണെ സമീപിക്കുകയുണ്ടായി. 1490 ഇവരിൽ ഒരാൾ വഴിമധ്യേ നിര്യാതനായി. പിന്നീടുള്ള 2 പേരാണ് ജോർജ് ജോസഫ് എന്ന 2 പേർ. അവിടെ വെച്ച് അവരെ പട്ടക്കാരാക്കി സ്ഥാനം നൽകി. അവരെ കൂടാതെ തോമസ് ജോൺ എന്ന 2 പേരെ മെത്രാന്മാരാക്കി അവരോടൊപ്പം മലങ്കരയിലേക്ക് അയച്ചു. ഈ ജോസഫ് പിന്നീട് യൂറോപ്യൻ പര്യടനം നടത്തിയതായിട്ടും ഇന്ത്യക്കാരൻ ജോസഫ് എന്നുള്ള പേര് നേടിയെടുത്തതായിട്ടും രേഖകളുണ്ട്. അപ്പോൾ മെത്രാന്മാർക്ക് വേണ്ടിയുള്ള നിവേദക സംഘം പോകുന്നു, മെത്രാന്മാരെ അവർക്ക് കൊടുത്തുവിടുന്നു, അവരെ തന്നെ പട്ടക്കാരാക്കുന്നു. പിന്നീട് ഈ ജോസഫ് എന്ന് പറയുന്ന ആള് ഒരു സഞ്ചാരിയായി ഇന്ത്യക്കാരൻ ജോസഫ് എന്നുള്ള പേരും സമ്പാദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 1502 സൈമൺ പാത്രിക്കീസിന്റെ മരണത്തെ തുടർന്ന് മാർ ഏലിയാസ് സ്ഥാനമേറ്റു. അദ്ദേഹം യാബാലോഹോ, യാക്കോബ്, ദനഹ എന്നീ 3 മേൽപ്പെട്ടക്കാരെ മലങ്കരയിലേക്ക് അയച്ചു. അവർ 1504 പാത്രിക്കീസിന് അയച്ച കത്തിൽ ഇന്ത്യൻ സഭയെ പറ്റി വിവരിക്കുന്നുണ്ട്. അതും മിഞ്ഞാനായുടെ ഒരു രേഖയാണ്. 1498 മുതൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച പോർച്ചുഗീസുകാരെ കുറിച്ചും അവരുമായി കേരളത്തിലെ സഭ മൈത്രി ബന്ധത്തിലായിരുന്നു എന്നും വെളിവാക്കുന്നുണ്ട്. അപ്പം അത് 16-ാം നൂറ്റാണ്ടാണ്. ആ സമയത്തെ കാര്യങ്ങളൊക്കെ രേഖകളുണ്ട്. ഇടയ്ക്ക് 200 വർഷത്തെ രേഖകൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് ലഭ്യമല്ല. ബാക്കി ആ 4-ാം നൂറ്റാണ്ട് മുതലുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾ പല ഘട്ടങ്ങളായിട്ട് പല രേഖകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ പേർഷ്യൻ സഭയുമായിട്ടുണ്ടായിരുന്ന മലങ്കര സഭയുടെ ബന്ധം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഈ പാഠം അവിടെ അവസാനിക്കുകയാണ്. ഇത് നമുക്ക് 10 മിനിറ്റ് കഷ്ടിച്ചേ ഉള്ളൂ. അടുത്ത ഒരു പാഠം വളരെ ചെറിയൊരു പാഠമാണ്, പേർഷ്യൻ കുരിശുകൾ എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിലെ ഏറ്റവും ചെറിയൊരു പാഠമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്, പേർഷ്യൻ കുരിശുകൾ. കേരളത്തിൽ മൈലാപ്പൂർ, കോട്ടയം, കടമറ്റം, മുട്ടുചിറ എന്നിവിടങ്ങളിൽ കാണുന്ന കല്ലിൽ കൊത്തിയ കുരിശുകൾ പേർഷ്യൻ പുരാതന കാലത്തെ മാതൃകയിൽ ഉള്ളതായതിനാൽ പേർഷ്യൻ ബന്ധത്തിന്റെ സ്മാരക ചിഹ്നങ്ങളായി കാണാവുന്നതാണ്. ഈ പേർഷ്യൻ കുരിശുകൾക്ക് വലിയ സ്ഥാനമാണ് ചരിത്രകാരന്മാർ കൊടുക്കുന്നത്. പേർഷ്യൻ മാതൃകയിൽ ഉണ്ടാക്കിയ കല്ലിൽ കൊത്തിയ കുരിശുകളാണ്. ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും അവിടെ നിന്ന് കൊണ്ടുവന്നതാകാം, അതിന്റെ മാതൃകയിൽ പിന്നീട് ഇവിടെ ഉണ്ടാക്കിയതാകാം, മറ്റുള്ളതെന്നും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ 4 കുരിശുകളാണ് ഉള്ളത്. അത് മൈലാപ്പൂർ, കോട്ടയം, കടമറ്റം, മുട്ടുചിറ. 1547 മദ്രാസിൽ നിന്ന് കുഴിച്ചെടുത്ത കുരിശ് ആദ്യം സെന്റ് തോമസ് മൗണ്ടിലെ പോർച്ചുഗീസ് ദേവാലയത്തിലും പിന്നീട് മൈലാപ്പൂരിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. കോട്ടയം വലിയ പള്ളിയിലുള്ള കുരിശ് 8-ാം നൂറ്റാണ്ടിലോ 9-ാം നൂറ്റാണ്ടിലോ നിർമ്മിച്ചവയാണെന്ന് പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ആർക്കിയോളജിയുടെ അഭിപ്രായമാണ്, കണ്ടെത്തലാണ്. അത് 8-ാം നൂറ്റാണ്ടിലോ 9-ാം നൂറ്റാണ്ടിലോ നിർമ്മിച്ചതാണെന്ന്. കാരണം ഇതിൽ എഴുതിയിരിക്കുന്ന ലിഖിതങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ഒരു സബ് ടൈറ്റിലാണ് കാണാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ പഴക്കമൊക്കെ നിർണയിക്കുന്നത്. ഇതിൽ ഒരെണ്ണം മാതൃകയാക്കി പിന്നീട് നിർമ്മിച്ചവയാണ് മറ്റ് 3 എണ്ണം എന്നും അഭിപ്രായമുണ്ട്. ഇതിനോടൊപ്പം അവയുടെ ചുറ്റിലും താഴെയുമായി കാണുന്ന ലിഖിതങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 അഭിപ്രായങ്ങൾ കാണാം. അതുപോലെ ഈ കുരിശുകളിൽ ഏതാണ് ഏറ്റവും പുരാതനമെന്ന കാര്യത്തിലും 2 നിലപാടുകൾ കാണാം. അപ്പൊ അതിനകത്തുള്ള ലിഖിതങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള 2 അഭിപ്രായങ്ങൾ, അതുപോലെ ഏതാണ് ഏറ്റവും പുരാതനമായ കുരിശെന്നുള്ള മറ്റൊരു നിലപാട്. അപ്പൊ കുരിശിലെ ലിഖിതങ്ങൾ ഇതാണ്. കുരിശിലെ ലിഖിതം നെസ്തോറിയൻ വിശ്വാസത്തിന് ചേരുന്നതാണോ അല്ലയോ എന്ന ചിന്ത ഇവിടെ ഉണ്ടാകുന്നു. ഫിലിപ്പോസിന്റെയും E.M. ഫിലിപ്പോസിന്റെ കാര്യമാണ്. ബെർണലിന്റെയും വിവരണം വെച്ച് നോക്കിയാൽ ഇത് നെസ്തോറിയൻ വിശ്വാസത്തിന് ചേരുന്നതല്ല. അപ്പൊ പേർഷ്യൻ സഭയുമായിട്ട് മലങ്കര സഭയ്ക്ക് ബന്ധമില്ലെന്ന് കാണിക്കാൻ എന്തെല്ലാം പണികൾ ഫിലിപ്പോസ് കാണിക്കാമോ അതെല്ലാം കാണിക്കുന്നു. അപ്പം ഇതിനകത്തുള്ള ഈ ലിഖിതങ്ങൾ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസ് അത് നെസ്തോറിയൻ വിശ്വാസത്തിന് ചേരുന്നതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വന്നതല്ല, അല്ലെങ്കിൽ ആ സഭയുമായിട്ട് ബന്ധമില്ലെന്ന് വരുത്തി തീർക്കുവാനായിട്ടാണ് ഫിലിപ്പോസ് ചിന്തിക്കുന്നത്.
എന്നാൽ മിങ്ങാനായുടെ വിവരണം 1925 പണ്ഡിത ലോകം അംഗീകരിച്ചത് ബെർണലിന്റെ പരിഭാഷയാണ്. മിങ്ങാന കാണിക്കുന്നതനുസരിച്ച് അത് നെസ്തോറിയൻ വിശ്വാസത്തിന് ചേരുന്ന വിധത്തിലാണ്. ഫിലിപ്പോസിന്റെ ശ്രമം ഈ ലിഖിതങ്ങൾ നെസ്തോറിയൻ വിശ്വാസത്തിന് ചേരുന്നതല്ലെന്ന് വരുത്തി തീർക്കുകയാണ്. എന്നാൽ അത് ഒരു വൃഥാശ്രമം മാത്രമായിരുന്നു. ഇപ്പോൾ ഇത് പണ്ഡിത ലോകം അംഗീകരിക്കുന്നത് പേർഷ്യൻ സഭയുടെ അല്ലെങ്കിൽ നെസ്തോറിയൻ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ആണെന്നുള്ളതാണ്. പിന്നീട് 1950 പണ്ഡിത ലോകം അംഗീകരിച്ച മറ്റൊരു വിവർത്തനം വിൻവർത്തിൻ്റെതാണ്. ഈ വിങ്വർത്ത് അദ്ദേഹത്തിന്റെ വിവർത്തനം ഇതാണ്. അതിൻ പ്രകാരം ഇത് കൊത്തി ഉണ്ടാക്കിയ അപ്രാസിനോട് കരുണ തോന്നണമേ എന്നാണ്. ഇത് കൊത്തി ഉണ്ടാക്കിയ അപ്രാസിനോട് കരുണ തോന്നണമേ എന്നാണ്. ഈ അഫ്രാസ് പ്രോദ് ആണെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. അപ്പൊ ഈ പ്രോദം നമ്മളെന്താ കണ്ടല്ലോ, 2 ബിഷപ്പ്മാരുടെ കൂട്ടത്തിൽ ഒരാള് പ്രോദും മറ്റേത് സാപ്പോറാൻ. അപ്പൊ ഈ പ്രോദിനോട് കരുണ തോന്നണമേ, അദ്ദേഹമാണ് ഇത് കുത്തി ഉണ്ടാക്കിയതെന്നും അദ്ദേഹമാണ് ഇത് കൊണ്ടുവന്നതെന്നുമുള്ള ഒരു വാദം ബലപ്പെടുകയാണ് ഈ ഇൻസ്ക്രിപ്ഷൻ അതിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. ആ രീതിയിൽ ചിന്തിച്ചാൽ ആദ്യത്തെ കുരിശ് 9-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്ന് പേർഷ്യൻ മെത്രാൻ കൊണ്ടുവന്നതും ശേഷമുള്ളവ ആ മാതൃകയിൽ 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചവയുമാകാം എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഒരു കുരിശ് ആദ്യമായിട്ട് കൊണ്ടുവന്നു, അതിനുശേഷം അതിന്റെ മാതൃകയിൽ കുരിശുകൾ ഉണ്ടാക്കി. എന്നാൽ ആദ്യ കുരിശ് ഏത് എന്നുള്ള ചിന്ത. വിങ്വർത്തിന്റെ അഭിപ്രായ പ്രകാരം കോട്ടയം വലിയ പള്ളിയിലെ കുരിശാണ് ആദ്യ കുരിശ് എന്നാണ്. TK ജോസഫിന്റെ അഭിപ്രായം മറിച്ചാണ്, മൗണ്ടിലെ കുരിശാണ് ആദ്യത്തേതെന്ന്. അതിന്റെ കോപ്പികളാണ് മറ്റുള്ളവയെന്നാണ്. ഈ TK ജോസഫ് ഒരു കത്തോലിക്കനാണ്. അദ്ദേഹം പറയുന്നത് ഞങ്ങളെ കയ്യിലിരിക്കുന്നതാണ് ഏറ്റവും പഴക്കമുള്ളത്. അപ്പൊ വിങ്വർത്ത് വളരെ നിഷ്പക്ഷമായിട്ട് പറയുന്ന അഭിപ്രായമാണ് കോട്ടയം വലിയ പള്ളിയിലെ കുരിശാണ് ആദ്യ കുരിശ്. 1580 ശേഷം കോപ്പികൾ ഉണ്ടാക്കിയെന്ന് ജോസഫ് പറയുന്നതിൽ 9-ാം നൂറ്റാണ്ടിലെ കുരിശിന്റെ പകർപ്പുകൾ ഇത്ര ഇടവേളയ്ക്ക് ശേഷം ഉണ്ടായി എന്ന് പറയുന്നതിന് വിശ്വാസ്യമല്ല. അപ്പൊ 9-ാം നൂറ്റാണ്ടിലേതാണ് ആദ്യത്തേതെങ്കിൽ 1580 ശേഷമാണ് മറ്റുള്ള കോപ്പികളെല്ലാം ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ അത്രയും ആ ഇടവേള, അതിനകത്തൊരു വിശ്വാസ്യത നമുക്ക് നഷ്ടപ്പെടുന്നു എന്നും ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആ പാഠവും അവസാനിക്കുകയാണ്. ഇന്ന് 3 പാഠങ്ങൾ നമ്മൾ കണ്ടു. ഞാൻ പഠിപ്പിച്ചൊന്നും അവകാശപ്പെടുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള ജസ്റ്റ് ഒരു ഗൈഡ് മാത്രമാണ് ഞാൻ ചെയ്തത്. ചില ഹൈലൈറ്റ്സ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒരു ഔട്ട്ലൈൻ മാത്രമാണ് എന്ന് മാത്രമേ ചിന്തിക്കാവൂ. അതുകൊണ്ട് നിങ്ങൾ ഇത് എത്രമാത്രം വായിക്കുന്നു, നിങ്ങൾക്ക് ഒരാഴ്ച കാലമുണ്ട്. ആ ഒരാഴ്ച കാലം കൊണ്ട് ഇത് പല ആവർത്തി വായിച്ചാൽ നിങ്ങൾക്ക് പഠിക്കുവാൻ നിഷ്പ്രയാസം സാധിക്കും. അതുകൊണ്ട് അടുത്ത 3 പാഠങ്ങൾ നിങ്ങൾ ഈ ആഴ്ച പഠിച്ചുകൊണ്ട് വേണം അടുത്ത ക്ലാസ്സിൽ വന്ന് സംബന്ധിക്കാൻ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. 7 മണിയായി. ഇവിടെ ഡാളസിൽ 7 മണിയായി. ഓക്കെ, എന്തെങ്കിലും അഭിപ്രായങ്ങൾ, ക്വസ്റ്റ്യൻസ് വല്ലതും ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? കാണാമായിരുന്നു എല്ലാവർക്കും. എന്തോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് ആർക്കെങ്കിലും കാണാമായിരുന്നോ? പിന്നെ കാണാമല്ലോ. കാണാം. ഞാൻ അതല്ലേ ചോദിച്ചത്, എല്ലാവർക്കും അത് കോപ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ദയവായിട്ട് അടുത്ത ആഴ്ച. അച്ഛാ, ഒരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോട്ടെ. AD 820 കൊല്ലത്ത് മാർ സാഫോറും മാറാപ്രയും വന്ന് പിന്നെ അവിടുന്ന് കൊല്ലത്തുനിന്ന് കല്ലടയിലേക്ക് മാറി അവരവിടെ താമസമായി. ആ നാമത്തില് ഒരു പള്ളിയും ഒക്കെ, കല്ലട പള്ളി ഉണ്ടല്ലോ. കല്ലടപ്പള്ളി അതല്ല, അത് അന്ത്രയോസ് ബാവായ. അല്ല, മാർ സാബോറും
മാർ അപ്രേമ്യം കൊല്ലത്ത് വന്നിട്ട് ഈ തരിശാച്ചവശപ്പേടും ഞാൻ കല്ലടയിൽ നിന്ന് ഉള്ള ആളാ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒക്കെ ഉള്ളത് ഞങ്ങളുടെ പിന്നെ കുടുംബയോഗത്തിൽ ഇതെല്ലാം എപ്പോഴും പ്രസന്റ് ചെയ്യുന്നതാണ്. അപ്പം അത് ഇതിനകത്ത് കണ്ടില്ല. എന്തോ കണ്ടില്ല? കല്ലടയുടെ കാര്യം. ആ കല്ലടയുടെ കാര്യം സാപ്പൂർ പ്രോത് കൊല്ലത്ത് താമസിച്ചെന്നേ പറയുന്നുള്ളൂ. കൊല്ലം ഒക്കെ അപ്പം കല്ലടയും കൊല്ലവും എല്ലാം അതിന്റെ ആ പ്രദേശത്തിൽ വരുന്നതാ. കൊല്ലം എന്ന് പറയുമ്പം അതിന്റെ മറ്റ് സമീപ പ്രദേശങ്ങളുടെ പേര് പറയാതെ കൊല്ലം എന്ന് മാത്രമേ പറയാറുള്ളൂ. ഞാൻ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ കൊല്ലംകാരനാണ്. ഞാൻ പക്ഷെ കൊല്ലവുമായിട്ട് വളരെ അതിന്റെ പിൻതലമുറക്കാര് ധാരാളം ഈ കേരളം ഒട്ടാകെ ഉണ്ടല്ലോ. അപ്പം അത് അവരെ ഖാദീശക്കാരെന്നല്ലല്ലോ അറിയപ്പെടുന്നത്, അവര് ഓർത്തഡോക്സുകാരെന്നാണല്ലോ അവരെ അറിയപ്പെടുന്നത്. അല്ലല്ല, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ഖാദീശന്മാരെന്ന് ഇവർ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ പേരിൽ പള്ളികൾ സ്ഥാപിച്ചു. ആ പള്ളികൾക്ക് സാപ്പോർ പ്രോത് പള്ളികൾ എന്ന് പേരിട്ടു. 1599 ഉദയംപെറു സിനോദോസ്, അത് ഒരു റോമൻ ആർച്ച് ബിഷപ്പിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു സുനദോസാണ്. അവിടെ വെച്ച് അവർ തീരുമാനമെടുത്തു, ഇവർ നെസ്തോറിയന്മാരാണ്, ഇവർ വേദവിപരീതികളാണ്, സഭാഭ്രഷ്ടന്മാരാണ്, അതുകൊണ്ട് ഇവരുടെ പേരിൽ പള്ളികൾ പാടില്ല. അതുകൊണ്ട് ആ പള്ളികളുടെ പേരുകൾ റീനെയിം ചെയ്യണം. അത് ഇങ്ങനെ ആയിരിക്കണം. എങ്ങനെ? ഖാദീശ പള്ളികൾ എന്നായിരിക്കണം എന്ന് തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ ഖാദീശ പള്ളി നമ്മളുമായിട്ട് പിന്നെ നമ്മുടെ തന്നെയല്ലേ ഖാദീശ പള്ളി? തീർച്ചയായിട്ടും. ഇപ്പൊ കായംകുളത്ത് ഖാദീശ പള്ളിയുണ്ട്, അത് നമ്മുടെ പള്ളിയാ. അതാ ഞാൻ ചോദിച്ചാ, ഖാദീശ പള്ളി നമ്മുടെ ഓർത്തഡോക്സ് പള്ളിക്ക് ഈക്വൽ അല്ലേ? ഈക്വൽ എന്നല്ല, നമ്മുടെ പള്ളിയാ. അതിനകത്ത് ഒന്നുമില്ല, നമ്മുടെ സ്വന്തം പള്ളിയാ. യാതൊരു വ്യത്യാസമില്ല. പിന്നെ ഒരു ചോദ്യം കൊണ്ടോ, അത് ഇതിനെ ബേസ് ചെയ്തല്ല, അത് എന്റെ മനസ്സിലൊക്കെ പണ്ടേ ഉള്ള ഒരു ചോദ്യം. പണ്ടുള്ള വിശ്വാസത്തിൽ നിന്ന് ഇപ്പം കാണുന്ന ഒരു മാറ്റമാണ്. നമ്മുടെ കുർബാന സമയത്ത് നമ്മൾ കഴിക്കുന്ന യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും, അത് നമ്മള് ആ കുർബാനയപ്പം നമ്മൾക്ക് ചവയ്ക്കാൻ പാടുണ്ടോ? ആരാ ചോദിക്കുന്നത്? ഒന്ന് കാണാമോ? സ്ക്രീൻ ഓഫ് ചെയ്താട്ടെ. കാണാൻ പറ്റുന്നേ? സ്ക്രീൻ ഓഫ് ചെയ്യാമോ ജിജി? സോറി. കണ്ടോ? സൂം യൂസർ എന്നേ പറയുന്നുള്ളൂ. പേരെന്തുവാ? എന്റെ പേര് കുഞ്ഞാവേന്ന. എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ ഇപ്പൊ ഹൂസ്റ്റണിൽ നിന്നാ വിളിക്കുന്നത്. ഹൂസ്റ്റൺ. ഓക്കെ. വിശുദ്ധ കുർബാന ചവച്ച് ഭക്ഷിക്കാൻ പാടില്ല എന്ന് എവിടെയും പറയുന്നില്ല. പണ്ട് അമ്മയുടെ കൂടെ ഒക്കെ, അപ്പന്റെ അമ്മയുടെയും കൂടെ ഒക്കെ പോകുന്ന സമയത്ത് അത് ചവച്ച് പല്ലിന്റെ ഇടയിൽ കയറരുത്. അത് ശരിയാണ്. പക്ഷെ അറിവില്ലാത്ത ഒരു ചിന്തയാണ് ചവയ്ക്കാൻ പാടില്ല എന്ന്. ഈ പറയുന്നത് ശരിയാണ്. പല്ലിന്റെ ഇടയിൽ പോകാതെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് ഉടനെ തന്നെ മറ്റു ഭക്ഷണങ്ങൾ എന്തെങ്കിലും കഴിക്കണമെന്നും വെള്ളം കുടിക്കണമെന്നും ഒക്കെ നിയമങ്ങളുണ്ട്. ഈ വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ആള് പട്ടക്കാരനായാലും അല്ലെങ്കിലും വാ കുലുക്കുഴിഞ്ഞു കളയുക, അല്ലെങ്കിൽ മറ്റ് രീതിയിൽ അത് നമ്മുടെ വായിലെ വിശുദ്ധ കുർബാനയുടെ പാർട്ടിക്കിൾസ്, അംശം പുറത്തു പോകുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പാടില്ല. ഭക്ഷണം കഴിക്കുക. അന്ന് ആ ദിവസം വൈകിട്ട് 6 മണി വരെ കുളിക്കാൻ പോലും പാടില്ല എന്ന് നിയമം. ഇപ്പൊ ചൂട് കൂടുക എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ പള്ളിയിൽ നിന്ന് വരുന്ന ഉടനെ തന്നെ കുളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് എന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തപ്പം അവര് പറയുന്ന എല്ലാരും ചവച്ച കഴിക്കുന്ന. അപ്പൊ ഞാനും നോക്കിയപ്പം ഇന്ന് തന്നെ പള്ളിയിൽ എല്ലാരും വായിലിട്ട് ചവയ്ക്കുന്ന കാണുന്നത്. അതിനകത്ത് തെറ്റൊന്നുമില്ല. തെറ്റില്ല. അപ്പൊ ആ ഒരു സംശയം അങ്ങ് മാറി. നമ്മുടെ കർത്താവിന്റെ ശരീരമല്ലേ, കർത്താവിന് നോവെന്നുള്ളതായിരിക്കും ഒരു ചിന്ത. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ പറയുന്നത്. അതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല. അതിനകത്ത് നമ്മള് അത് ശരിയായ രീതിയിൽ ശവിച്ച് തന്നെ കഴിക്കാം. താങ്ക് യു. അത് എന്നും എന്റെ മനസ്സിൽ എല്ലാ ഞായറാഴ്ചയും വരുന്ന ഒരു
ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഓക്കെ ഓക്കെ. താങ്ക് യു. വേറൊരു ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ആരാ? എന്റെ പേര് റേച്ചൽ എന്ന് പറയും. അച്ഛൻ കുഞ്ഞിന്റെ വൈഫാ. ചോദിച്ചാ. ഞങ്ങള് മലയാളം വേർഷനാ കേൾക്കുന്നത്, പക്ഷെ അതിന്റെ സമ്മറി എഴുതുന്ന ഇംഗ്ലീഷിലാ. അപ്പൊ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് വേർഷൻ അവര് വീഡിയോ അവർ പറയുന്നത് അവര് തേർഡ് യൂണിറ്റ് അവര് ചെയ്യുന്നത്. സെക്കൻഡ് യൂണിറ്റിന്റെ ബുക്ക് അവര് വീഡിയോ കോപ്പി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതിന്റെ ഇത് എഴുതാന്, സമ്മറി എഴുതാൻ. അപ്പൊ എന്തോ ചെയ്യും? ഇംഗ്ലീഷ് പറയാമോ? അത് ഇംഗ്ലീഷിലെ സെക്ഷൻ ആണെങ്കിൽ സെക്കൻഡ് ബുക്ക് ഇപ്പൊ സ്കിപ്പ് ചെയ്തിട്ട് അവര് തേർഡ് ബുക്കാണ് യൂസ് ചെയ്യുന്നത്. തേർഡ് ബുക്കിന്റെ ഇംഗ്ലീഷിന്റെ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ബുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ 10 ബുക്കിന്റെയും ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ബുക്ക് അവൈലബിൾ ആണ്, പക്ഷെ ലെക്ചർ അവൈലബിൾ അല്ല ഇപ്പോഴ്. കാരണം അച്ഛൻ ഇപ്പൊ തേർഡ് ബുക്ക് എടുക്കുന്ന കാരണം ലെക്ചർ അവൈലബിൾ അല്ല, ബുക്ക് അവൈലബിൾ ആണ്. അവര് തേർഡ് ബുക്കാണ് ഇംഗ്ലീഷിൽ പോകുന്നത്. ജെയിംസ് ചെറിയാച്ചനാണ് എടുക്കുന്നത്. പ്രകാശത്തിലേക്ക് സെക്കൻഡ് ഇപ്പൊ എടുക്കുന്നില്ല, പിന്നെ എടുക്കുന്ന ഇങ്ങനെ ചോദിച്ച പറഞ്ഞത് അലക്സ് പറഞ്ഞു. പ്രകാശത്തിലേക്കല്ല, മറ്റേ ബുക്ക് എന്തുവാ തന്നെ എന്തോ ഒരു ബ്ലൂ ബുക്ക്. ദൈവജനമല്ല, ദൈവജനം 7ാമത്തെ ആണല്ലോ. പ്രത്യാശ കിരണങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ ലെക്ചർ ഇപ്പൊ കിട്ടാൻ വഴിയില്ല. കഴിഞ്ഞ വർഷത്തെ ലെക്ചർ അവൈലബിൾ ആണെങ്കിൽ അത് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇപ്പം ഇംഗ്ലീഷിന്റെ ബുക്ക് നമ്മളെല്ലാം ഷെയർ ചെയ്തിരുന്നല്ലോ. നമ്മൾ 10 ബുക്കും ഷെയർ ചെയ്തിരുന്നു. ഞാനതൊന്നും കൂടെ ഇന്ന് ഇട്ടേക്കാം അതിനകത്ത്. അപ്പം സെക്കൻഡ് ബുക്ക് അതിനകത്ത് ഉണ്ടാവും. അപ്പൊ ഗുഡ് നൈറ്റ് എല്ലാവരോടും. താങ്ക് യു. പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ നാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ജയമുള്ളതിന്റെ സ്ലീവായാൽ ഞങ്ങൾ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള ശുദ്ധമുള്ളതിന്റെ കൂടി അനുഭവങ്ങളാൽ ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ സമയത്തിലും ദൈവത്തിന്റെ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമീൻ. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സമുദ്രമാവാസവും നാം അവരോടും കൂടെ എപ്പോഴെപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.